योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. ചിത്തത്തിനെ നിരോധം ചെയ്യുന്നത് യോഗം എന്ന് പറയും. ഭക്തിയാണെങ്കിലും യോഗമാവണം, കർമ്മമാണെങ്കിലും യോഗമാവണം, രാജമാർഗമാണെങ്കിലും രാജവിദ്യയാണെങ്കിലും യോഗമാവണം, ജ്ഞാനമാണെങ്കിൽ യോഗമാവണം. യോഗത്തിലാണ് ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നത്. ആ യോഗസ്ഥിതി രണ്ട് വിധത്തില്, ഒന്ന് അറിവോടുകൂടെയായിട്ടും മറ്റേത് അറിവില്ലാത്ത ലയം. ഉപായം കൊണ്ട് മനസ്സിനെ ലയിപ്പിക്കുന്നത് സർവസാധാരണ. ജപം, ധ്യാനം, ഭജന, കീർത്തനം, സാത്വികമായ എന്തെങ്കിലുമൊക്കെ ഉപായം കൊണ്ട് മനസ്സിനെ ലയിപ്പിക്കുക എന്നുള്ളത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ആ തൽക്കാലത്തേക്കേ ഉണ്ടാവണുള്ളൂ. അത് ജ്ഞാനത്തിനോ സാക്ഷാത്കാരത്തിനോ ഒന്നും കാരണമാവണില്ല. അതുകൊണ്ടാണ് പതഞ്ജലി തന്നെ യോഗ സാമ്രാജ്യത്തിന് ആദ്യത്തെ പടിയിൽ തന്നെ യമം, നിയമം ഒക്കെ പറഞ്ഞത്. അഹിംസ, സത്യം, അസ്തേയം, ശൗചം, സന്തോഷം, ക്ഷമ, ആർജവം. അതിൽ തന്നെ ജ്ഞാനം വന്നുപോയി. കാരണം ഭഗവാൻ ഗീതയില് ഇത്തരം ഗുണങ്ങളെയൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ജ്ഞാനം, ഇതിലില്ലാതിരിക്കുന്നത് അജ്ഞാനം എന്ന് പറഞ്ഞു. അമാനിത്വം, അദംഭിത്വം, അഹിംസ, അക്ഷാന്തിരാർജവം എന്നിങ്ങനെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് ഇതുള്ളത് ജ്ഞാനം, അജ്ഞാനം യതതോന്യഥ. അപ്പൊ ഇതൊക്കെ ഉള്ളില് തപസ്സുകൊണ്ട് വരുന്ന സംസ്കാരവിശേഷങ്ങൾ. ഈ സംസ്കാരവിശേഷങ്ങള് കേവലമായി മനസ്സ് ലയിക്കുന്നത് കൊണ്ടുണ്ടാവില്ല. ആ ലയിച്ചിരിക്കുന്ന സമയത്ത് മാത്രം മനസ്സിന്റെ ഉപദ്രവമില്ലാത്ത സ്ഥിതി. വീണ്ടും മനസ്സ് ചഞ്ചലമാവുമ്പോൾ പഴയ ട്രാക്ക് തന്നെ പിന്തുടർന്നു പോവാൻ സാധ്യത. അതില്ലാതെ ആവണമെങ്കിലോ ഏകതത്വജ്ഞാനം, അദ്വൈതജ്ഞാനം കൊണ്ട് മനസ്സ് പതുക്കെ പതുക്കെ പരിപാകപ്പെട്ട് ലയിച്ചു വരണം. അതാണ് നമ്മൾ ഇന്നലെ കണ്ട വിഷയം. അങ്ങനെ പരിപാകപ്പെട്ട സംസ്കാരവിശേഷങ്ങളോടുകൂടെ സദാചാരത്തോടുകൂടെ സദാചാരം നമ്മൾ പറയണ്ടല്ലോ, ആ സദാചാരത്തോടുകൂടെ സാധുധർമ്മം. ഇപ്പോ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ അവരെല്ലാം പോലും തപസ്സൊക്കെ ചെയ്യുന്നുണ്ട്. ആത്മാവിന് മരണമില്ല എന്നുള്ള കാര്യം പോലും അവരറിയുന്നുണ്ട്. പക്ഷെ സാധുധർമ്മമില്ല, സദാചാരമില്ല, ശാന്തിയില്ല, ദിവ്യഭാവമില്ല. ഇപ്പൊ ഇന്ന് മെഡിറ്റേഷൻ അതൊക്കെ പറയണത് എല്ലാവർക്കും ആര് ചോദിച്ചാലും ഞാൻ മെഡിറ്റേഷൻ ചെയ്യും എന്ന് പറയുന്നുണ്ട്. കുറച്ചു നേരത്തേക്ക് ധ്യാനിച്ച് ഫ്രഷായി കഴിഞ്ഞാൽ കൂടുതൽ നല്ലവണ്ണം കുണ്ടാമണ്ടിത്തരം ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ പറ്റില്ല. എന്താന്ന് വെച്ചാൽ അത്തരത്തിലുള്ള സ്വഭാവമുള്ളവർക്ക് മനസ്സ് ധ്യാനത്തിലൊന്നും നിഷ്ഠാവില്ല എന്ന് വെച്ചോളൂ. ഇപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു ലയം, വിനാശം, മനസ്സിനെ ലയിപ്പിക്കൽ ഒരു മാർഗം, മനസ്സിനെ വാസനാക്ഷയം വരുത്തി ഇല്ലാതാക്കൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടെ തെളിയും. ഇപ്പോ ദിവസം രാത്രി ഉറങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു വിചാരം വരിക, വീട്ടമ്മമാർക്ക് ഗ്യാസ് ചോട്ടില് ഓഫ് ചെയ്ത് വെച്ചോ ഇല്ലയോ എന്നാണ്. അപ്പൊ അത് പോയി ശ്രദ്ധിച്ചിട്ട് വരിക, ഓഫ് ചെയ്തിട്ട് വരിക. എന്താന്ന് വെച്ചാൽ അപകടം ഉണ്ടാവാം.
മുകളിൽ ഓഫ് ചെയ്ത് വെച്ചാലും ചുവട്ടിൽ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും പിടിക്കുമോ. എന്നാലും സിലിണ്ടർ അവിടെ ഉള്ളവരയ്ക്കും എന്ത് വേണമെങ്കിൽ സംഭവിക്കാം അല്ലേ? പക്ഷെ ആ സിലിണ്ടർ കാലിയായാൽ ഒരപകടവുമില്ല. അതുപോലെ വാസന ഉള്ളിലുള്ളവരയ്ക്കും ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, വിഷയാ വിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തത്തെ. വിഷയങ്ങൾ ഉപദ്രവിക്കാതാവും എപ്പോന്ന് വെച്ചാൽ ബലമായി തപോനിഷ്ഠയോടുകൂടെ ഇരിക്കുമ്പോൾ. അതാണ് എല്ലാവർക്കും ഉള്ള വഴി. പക്ഷെ അതിന്റെ രസം ഇയാളുടെ ഉള്ളിൽ പോവില്ല. ആ രസം എപ്പോ പോകും എന്ന് വെച്ചാൽ ജ്ഞാനം, ആത്മാവിന്റെ രസം അനുഭവിക്കപ്പെടുമ്പോ, ഭഗവത് അനുഭൂതി ഉണ്ടാവുമ്പോഴേ ബാക്കി മറ്റു രസങ്ങളൊക്കെ തന്നെ വെറുത്തു പോവുകയുള്ളൂ. അസുഖം തന്നെ ദുഃഖമായിട്ട് തോന്നും. അതുവരയ്ക്കും അത് വരില്ല. അതുവരയ്ക്കും തപസ് നിയമനം തന്നെ. അപ്പോ ലയഗതം പുനഃ ഭവതി നോമൃതം. ഈ ആത്മതത്വജ്ഞാനം കൊണ്ട് മനസ്സില്ലാതായിട്ടുള്ളവന് മനസ്സ് പിന്നെ പൊന്തി വരില്ല. വീണ്ടും വാസനാനുകൂലമായി സഞ്ചരിക്കുകയോ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യില്ല. തത്വം അറിഞ്ഞു കഴിഞ്ഞവന് മനസ്സില്ല. തത്വം അറിയാത്തവന് മനസ്സിന്റെ അറിയായ്മയാണ് മനസ്സ്. ശരിക്കും പറഞ്ഞ അറിയായ്മ തന്നെയാണ്, അജ്ഞാനം തന്നെയാണ് മനസ്സ്. തത്വം അറിഞ്ഞവൻ എങ്ങനെയൊക്കെ കളിച്ചാലും അയാൾക്ക് സ്വരൂപ വിസ്മൃതിയില്ല. ഒരു പഴയ കാലത്തൊക്കെ നാടകങ്ങളിൽ സ്ത്രീകളായിട്ട് നടിക്കുന്നതൊക്കെ പുരുഷന്മാരായിരിക്കും. ചിലര് കണ്ടു കഴിഞ്ഞാൽ പുരുഷനാണെന്ന് പറയുകയില്ല, അത്ര ഭംഗിയായിട്ട് സ്ത്രീ വേഷം കെട്ടി നാടകത്തിൽ വരും. പക്ഷേ അയാൾ എത്ര തന്മയമായിട്ട് സ്ത്രീയായിട്ട് നടിച്ചാലും ഒരു ക്ഷണത്തിലേക്ക് പോലും താൻ പുരുഷനാണെന്നുള്ളത് മറന്നു പോണില്ല. താൻ പുരുഷനാണെന്ന് അയാളെ ചിന്തിക്കുകയും വേണ്ട. അയാൾ നാടകം കഴിഞ്ഞ ശേഷം ഇനി ഞാൻ പുരുഷനാണ് എന്ന് ആലോചിച്ച് ധ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സ്വതസിദ്ധമാണ് അല്ലേ? അതുപോലെ ജ്ഞാനിക്ക്, തത്വജ്ഞാനമുണ്ടായ ജ്ഞാനിക്ക് തന്റെ സ്വാനുഭൂതി, സ്വരൂപാനുഭവം സ്വതസിദ്ധമാണ്. അത് സഹജമാണ്. അത് മനസ്സിന്റെ ചേഷ്ടകൾ കൊണ്ടോ ശരീരത്തിന്റെ ധർമ്മങ്ങൾ കൊണ്ടോ ഒന്നും ഒരു കാരണവശാലും മങ്ങിപ്പോവില്ല. അങ്ങനെയുള്ള ഒരു ആത്മാനുഭൂതിയുള്ള ജീവൻ മുക്ത പുരുഷന് കുഴപ്പമില്ല. അയാൾക്ക് മനസ്സുണ്ടാവില്ല ഇനി. കാരണം അജ്ഞാനം പോയി. അയാളുടെ മനസ്സെന്ന് പറയുന്നത് ഇപ്പോ ആത്മാവിന്റെ ഒരു ശക്തി മാത്രമേ അവിടെ ഉള്ളൂ. ഇറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ മൈൻഡ്. അത് വേറെ വിഷയം. എന്താണെന്ന് വെച്ചാൽ ജ്ഞാനിക്ക് മനസ്സെന്ന് പറയുന്നത് പകൽ വേളയിലുള്ള ചന്ദ്രനെ പോലെയാണെന്ന് പറയും. പകലിൽ ചിലപ്പോൾ ചന്ദ്രനെ കാണും, ആവശ്യമില്ലല്ലോ, ആരും ശ്രദ്ധിക്കില്ല. അതുപോലെ ജ്ഞാനിയുടെ മനസ്സും അത്രയേ ഉള്ളൂ. പഴയ ആളുകളെ കണ്ട ഇന്ന ആളാണെന്നൊക്കെ അറിയും, നല്ലവണ്ണം മനസ്സിലാവും, ഒക്കെ അതൊക്കെ കാണാം. അപ്പൊ എങ്ങനെയാ മനസ്സില്ല എന്ന് പറയുന്നത് വെച്ചാൽ അതല്ല, ആത്മാവെന്ന് അന്യമായി എന്തെങ്കിലും ഉണ്ടെന്നുള്ള ഭ്രമമുള്ളെന്ന് പോയി. ജ്ഞാനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ ജ്ഞാനി എങ്ങനെയാ എല്ലാവരെയും അറിയും വ്യവഹരിക്കുകയും ചെയ്യണമെന്നൊരു സംശയം ചോദിക്കും. അതിന് ഉത്തരം, ജ്ഞാനിക്ക് മനസ്സില്ല എന്ന് മാത്രമല്ല, ശരീരവുമില്ല, പ്രപഞ്ചവുമില്ല. പക്ഷെ നമ്മള് ജ്ഞാനിയുടെ ശരീരം കാണുന്നുണ്ട്, പ്രപഞ്ചം കാണുന്നുണ്ട്. ജ്ഞാനിയുടെ അനുഭൂതി മണ്ഡലത്തില് ആത്മൈവേദം സർവം, ഇതൊക്കെ ആത്മസ്വരൂപം തന്നെ, ആത്മാവ് തന്നെ എന്നുള്ള അനുഭൂതി മങ്ങലില്ലാതെ നിൽക്കണം. ഇതിനെയാണ് ഭഗവാൻ അജ്ഞാന വിനാശം എന്ന് പറഞ്ഞത്. ഇവിടെ വിനാശം എന്ന് വെച്ചാൽ അജ്ഞാന വിനാശം, അജ്ഞാനം നശിപ്പിക്കപ്പെട്ടു. ഉപനിഷത്തിന് ഒരർത്ഥം തന്നെ വിനാശമെന്നാണ്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ സദേർധാതോഹോ വിശരണഗതി അവസാദനാർത്ഥസ്യ. വിശരണം എന്ന് വെച്ചാൽ നശിപ്പിക്കൽ എന്നർത്ഥം. എന്തിനെ നശിപ്പിക്കണു? അജ്ഞാനത്തിനെ നശിപ്പിക്കുന്നു, അവിദ്യയെ നശിപ്പിക്കുന്നു. ആ അവിദ്യ പോയി കഴിയുമ്പോ ആത്മതത്വജ്ഞാനം തന്നെ ജ്ഞാനിയുടെ സമാധിസ്ഥിതി. അട്ടെ, അത് പറഞ്ഞ് അപ്പോ പ്രാണനെ അടക്കൽ ഉപായമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. പ്രാണനെ അടക്കി
മനസ്സിനെ ഏകതത്വത്തിൽ നിർത്തി പതുക്കെ പതുക്കെ മനസ്സെന്ന്, അജ്ഞാനമെന്ന് പറയുന്ന മനസ്സില്ലാത്ത അനുഭൂതി സ്ഥിതിയിൽ ജ്ഞാനി ഇരിക്കും. അങ്ങനെയുള്ള ജ്ഞാനിക്ക് ഭഗവാൻ പറയണു, നഷ്ടമാനസ ഉത്കൃഷ്ട യോഗിനഃ കൃത്യമസ്തിക്കും സ്വസ്ഥിതിം യതഃ. നഷ്ടമാനസ ഉത്കൃഷ്ട യോഗിനഃ കൃത്യമസ്തിക്കും സ്വസ്ഥിതിം യതഃ. തന്റെ സ്വരൂപസ്ഥിതിയെ നേടിയ ആള്, നിജലാഭതുഷ്ട. ശുകബ്രഹ്മ മഹർഷിയെ ഭാഗവതം പറഞ്ഞു, നിജലാഭതുഷ്ട. എന്താ വലിയ ലാഭം ഉണ്ടായിരുന്നാണ്. എന്ത് ലാഭ? തന്നെ ലഭിച്ചു. ബാക്കിയൊക്കെ ലഭിച്ചിട്ടും തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ ആനന്ദം വരില്ല. ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, തന്നെ ലഭിച്ചാൽ പൂർണ്ണമായിട്ടും ആനന്ദം വരുന്നത് ആത്മജ്ഞാനത്തിൽ നിന്നാണ്, തന്നെ അറിയുന്നതിൽ നിന്നാണ്. അതുകൊണ്ട് നിജലാഭതുഷ്ടനായ ആ ജ്ഞാനിക്ക് നഷ്ടമാനസ, അയാൾ മനസ്സ് നഷ്ടപ്പെട്ടു പോയി എന്നാണ്. എന്നുവെച്ചാൽ മനസ്സെന്ന് പറയുന്ന സാധനം ഉള്ളിൽ കാണാനില്ല. സങ്കല്പം, വികല്പം, കേവലം ശരീരത്തിൽ കൈയും കാലും പോലെ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ജ്ഞാനിയുടെ മനസ്സെന്ന് പറയുന്നത്, ഉപയോഗിക്കാനുള്ള ഒരു യന്ത്രം. സാധാരണ ആളുകളുടെ മനസ്സെന്ന് വെച്ചാൽ, പൊതുവെ ഒരു ഉദാഹരണം എപ്പോഴും തോന്നി, കേടുവന്ന റേഡിയോ ഉണ്ടായിരുന്നു പഴയകാലം. അത് ഒരു സ്റ്റേഷൻ വെച്ചാൽ വേറെ ഒരു സ്റ്റേഷൻ വരും. എപ്പോഴും പറയണ ഉദാഹരണം അത്. അതൊരിക്കല് പ്രഭാഷണത്തിന് പോകുമ്പോൾ, കാറിൽ പോകുമ്പോൾ അയാൾ എന്തോ റേഡിയോ പാടുന്നു കാറിൽ, വാടക വണ്ടിയാണ്. അപ്പൊ അയാളോട് പറഞ്ഞു, ഒന്ന് ഓഫ് ചെയ്തു. അയാൾ പറഞ്ഞാൽ കേട്ടോ ഉടനെ ഓഫ് ചെയ്ത് വെച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും പാടാൻ തുടങ്ങി. അപ്പൊ ചോദിച്ചു, എന്താ തൻ്റെ അടുത്തല്ലേ ഓഫ് ചെയ്യാൻ പറഞ്ഞത്? സ്വാമി, എന്ത് ചെയ്യാം, ഈ റേഡിയോ ഓഫ് ചെയ്താലും പാട്ട് പാടുന്നു. ഇതിനെ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അതുപോലെ ഈ മനസ്സ് ഒരു കേടുവന്ന റേഡിയോ പോലെയാണ്. അതും ചില പഴയ റേഡിയോ ഒക്കെ അടുത്ത വീട്ടിൽ മിക്സ് ഇട്ടാൽ നമ്മുടെ വീട്ടിൽ കേൾക്കും. ഒരു സ്റ്റേഷൻ വെച്ചാൽ വേറൊരു സ്റ്റേഷൻ പുറകെ കേൾക്കും. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പൊ റേഡിയോ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ടിവിയിലും അങ്ങനത്തെ ചില കുഴപ്പങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഇങ്ങനെ പല ലേസ്. അതുപോലെ അത്തരത്തിലുള്ള മനസ്സില്ല. നഷ്ടമാനസ, ആത്മജ്ഞാനം കൊണ്ട് മനസ്സ് അസ്തമിച്ചു പോയിരിക്കണം. സ്വരൂപത്തില് ഈ ഡിസ്റ്റർബിങ് എലമെന്റ് ഇല്ലാതായി തീർന്നിരിക്കണമെന്നർത്ഥം. അങ്ങനെയുള്ള ആളാരാ? ഉത്കൃഷ്ട യോഗി. ഉത്കൃഷ്ട യോഗി. അയാളുടെ ആ യോഗസ്ഥിതി ഒരിക്കലും ഒന്നുകൊണ്ടും കലങ്ങിപ്പോകുന്നില്ല. ഗുരുണാപി ദുഃഖേന വിചാല്യത്തെ. തീവ്രമായ ദുഃഖം കൊണ്ടുപോലും ആ യോഗസ്ഥിതി ചലിക്കണില്ല. അങ്ങനെയുള്ള ഉത്കൃഷ്ട യോഗിക്ക് അസ്ഥിക്കും കൃത്യം. അയാൾ എന്താ ചെയ്യാനുള്ളത്? ചെയ്തത് കൊണ്ട് ആവാനൊന്നുമില്ല, ചെയ്യാത്തത് കൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ല. അഹേയം അനുപാതേയം എന്നാണ്. എന്തെങ്കിലും ചെയ്തിട്ട് അയാൾക്കൊന്നും കിട്ടാനില്ല. എന്തെങ്കിലും ചെയ്യാത്തത് കൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ല. ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും കുറവ് വരാനില്ല. കൃത്യമസ്തിക്കും. അയാൾക്ക് എന്ത് കൃത്യമാണ് ഈ ചെയ്തു തീർക്കാൻ, നേടിയെടുക്കാൻ? കൃതകൃത്യൻ എന്നാണ് പറയണത്. എന്നുവെച്ചാൽ നേടേണ്ടത് നേടിയെടുത്ത ആള്, പൂർണ്ണമായി ഫുൾഫിൽഡ്. ഇനി ഒന്നും ആവാനില്ല, ഒന്നും ആയിത്തീരാനില്ല, ഒന്നും നേടിയെടുക്കും. കംപ്ലീറ്റ് സുഖം, ആനന്ദം. ഒരു ഉദാഹരണം എനിക്കെപ്പോഴും തോന്നണത്, ഈ സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ, സ്കൂൾ പൂട്ടിന്ന് വന്ന് വീട്ടിൽ വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. 2 മാസം പൂട്ടല്. അന്ന് വൈകുന്നേരം ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമാണ് ജ്ഞാനിക്ക് നിരന്തരം. എന്നുവെച്ചാൽ നാളെ ഒന്നും ചെയ്യാനില്ല, ഒന്നും ആയിത്തീരാനില്ല, ഒന്നും നേടാനില്ല, ഒന്നും പ്രാപിക്കാനില്ല. എത്ര വലിയ ലോഡാ തലേന്ന് ഇറങ്ങിയതറിയോ? ന ഉത്പാദ്യം, ന ആപ്യം, ന സംസ്കാര്യം, ന വികാര്യം, ന കർത്തൃഭോക്തൃരൂപം വാ എന്നാണ് ശങ്കരാചാര്യസ്വാമി ഭാഷ്യ ആരംഭത്തിൽ പറയണത്.
ന ഉത്പാദ്യം, ഒന്നും ഉണ്ടാക്കാനില്ല. ന ആപ്യം, ഒന്നും നേടിയെടുക്കാനില്ല. ന സംസ്കാര്യം, എന്തെങ്കിലുമൊക്കെ മെനക്കെട്ട് റീഫൈൻ ചെയ്തെടുക്കാനൊന്നുമില്ല. ന വികാര്യം, ഒന്നും മറ്റൊന്നായി മാറ്റാനില്ല. ന കർത്തൃഭോക്തൃരൂപം വാ, ഞാൻ എന്നുള്ള ഈ ഡൂവർഷിപ്പ് വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനൊന്നുമില്ല, എന്തെങ്കിലും പുതിയതായിട്ട് അനുഭവിക്കാനുമില്ല. കാരണം തന്നിൽ നിന്ന് അന്യമായ ഒരു പൊരുളുമില്ലാതെ അനന്തമായ ഭൂമാവില് അതിരില്ലാത്ത സ്വരൂപത്തിന്റെ നിശ്ചീവമായ മഹിമയില് അശ്രാന്തം വിശ്രമിച്ചു. ആ വിശ്രമം അപരിമിതമായ സ്വരൂപത്തിലാണ്. അതുകൊണ്ട് അതിന്റെ ഒരു നിറവ്, ആനന്ദം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ വരണം, തുള്ളുക ചാടുക, അതുപോലെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ബുദ്ധിയിൽ വരുന്നത്. അതൊന്നുമില്ല. അത് സ്വഭാവത്തിൽ പ്രകൃതിയിൽ ഉണ്ടാവാം. ചൈതന്യ മഹാപ്രഭുവിനെ പോലെ ചിലർക്ക് ഉണ്ടാവാം. പക്ഷെ രമണ ഭഗവാൻ നോക്കി അതൊന്നുമില്ല. ശാന്തം, 24 മണിക്കൂറും ആ സ്ഥിതി തന്നെ. രാത്രി 2 മണിക്കൊക്കെ ആളുകൾ ഇറങ്ങി പോകുമ്പോൾ കാണാം ആ കട്ടിൽ അങ്ങനെ ഇരിക്കണ്ടാവും. രാത്രി സമയത്ത് പോയാലും കാണാം അടുത്ത്. ഒരിക്കലും 24 മണിക്കൂറും പ്രൈവസി ഇല്ല. അത് സാധാരണ യോഗികൾക്ക് ആർക്കും അങ്ങനെ ചെയ്യണമെന്നുള്ള നിയമമല്ല. പക്ഷെ മഹർഷിയുടെ സ്വഭാവമായിരുന്നു. പ്രൈവസി ഇല്ലാതെ ഇരിക്കാൻ ആർക്കും പറ്റില്ല. പ്രത്യേകിച്ച് അധ്യാത്മ ജീവിതത്തിൽ അധികവും നമ്മൾ ഏകാന്തത്തിനെ ആഗ്രഹിക്കും. ജനസംഘാതസംഗോ എന്നാണ്. ജനസംഘത്തിൽ നിന്ന് അസംഗമായി ഏകാന്തത്തിൽ. പക്ഷെ മഹർഷി 24 മണിക്കൂർ ആളുകളുടെ നടുക്കാണ്. പക്ഷെ എപ്പോഴും ഏകാന്തമാണ്. ഒരാൾക്കും ആ ഏകാന്തം, ആ മൗനം ഭഞ്ജിച്ചകത്ത് ചെല്ലാൻ പറ്റില്ല. എപ്പോഴും കാണാം ഒരു ധ്യാനത്തിന് പോവുക, ഒരു അനുഷ്ഠാനം ചെയ്യുക എന്നുള്ളതൊന്നും ആരും കണ്ടിട്ടേ ഇല്ല. പക്ഷേ നിരന്തരം ആ സ്ഥിതിയാണ്. ഒരു സ്പെഷ്യൽ കർമ്മവും ഭഗവാൻ എടുത്ത് ആരും കണ്ടിട്ടില്ല. പ്രത്യേകമായിട്ട് സാധാരണ ഫിസിക്കൽ ആക്ഷൻസ് അല്ലാതെ കുളിക്കാൻ പോയിട്ട് വരിക, പച്ചക്കറി നിറുക്കുക, അടുക്കളയിൽ പോയി പണിയെടുക്കുക, ഇത്തരത്തിൽ കാര്യമല്ലാതെ എന്തെങ്കിലും ഒന്ന് ജപിക്കാനിരിക്കലോ ധ്യാനിക്കാനിരിക്കലോ ഒരു പാരായണമോ ഒന്നും ആരും കണ്ടിട്ടില്ല. പ്രദക്ഷിണം നടക്കാൻ പോയിട്ടുണ്ട് ഒരുപാട്, അല്ലാതെ. പക്ഷേ എന്നാന്ന് വെച്ചാൽ ഇദ്ദേഹം എപ്പോഴാ ചെയ്യണം, ഒന്നും ചെയ്യണില്ലല്ലോ എന്ന് തോന്നില്ല. 24 മണിക്കൂറും ആ പൂർണ്ണമായ സ്ഥിതി തന്നെ. അവിടെ പോകുന്നവര് ധ്യാനസ്ഥിതരാവും, പോകുന്നവര് സ്വരൂപസ്ഥിതരാവും. കർമ്മമൊക്കെ കൊഴിഞ്ഞുപോയി അവർക്ക്. നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. അല്ലേ ആളുകൾ പറയണത്? കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഒരാൾ ചോദിച്ചു ഭഗവാനോട്, അങ്ങ് ചുമ്മാ ഇരിക്കൂ എന്ന് പറയണു, ഞാൻ എൻ്റെ എല്ലാ ജോലിയും വിട്ടിട്ട് ചുമ്മാ ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, ഇരുന്ന് നോക്കൂ, ട്രൈ. പറ്റില്ല. വാസന ഉള്ള വരയ്ക്കും 5 മിനിറ്റ് ഇരിക്കില്ല, ഇരുന്ന് ചൊറിയാൻ തുടങ്ങും, എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ റിച്വൽസ് ഒക്കെ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ബുദ്ധിസത്തിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. ഒരു അനുഷ്ഠാനം പോലും ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നിശ്ചലതത്വേ ജീവൻ മുക്തി, അത് ഭഗവാനിൽ നിദർശനമായിട്ട് കാണും. പ്രവർത്തിക്കുമ്പോഴും അത്രയ്ക്ക് സ്റ്റില്ലായിട്ട് പെർഫെക്റ്റായിട്ട് പ്രിസൈസായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യും. ഫോട്ടോയിൽ കൂടെ അതിൽ പോലും നമുക്ക് കാണാം ആ കംപ്ലീറ്റ് റെസ്റ്റ്. കൃത്യമസ്തിക്കും ആ ഒരു സ്റ്റേറ്റ് ലോകത്തിൽ കാണിക്കാൻ ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ട്. അതായത് ഒരു സ്റ്റേജിൽ നമ്മൾ കർമ്മം ഉപേക്ഷിക്കണം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല. സന്യാസമൊക്കെ എടുത്ത് ഇനി ഞാൻ ഒന്നും ചെയ്യണില്ല, എല്ലാം വിടുന്നു എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞിട്ട് വിപുലമായ കർമ്മപരിപാടികൾ തയ്യാറാക്കി ചെയ്യണത് കാണാം നമുക്ക് ലോകത്തിൽ. അല്ലേ? അത് അവരുടെ കുറ്റമല്ല, അവർക്ക് പ്രാരബ്ധം, നിയതിയുണ്ട്.
ഇനി ഒന്നും ചെയ്യണില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെയും ചെയ്യേണ്ടി വരും. കർമ്മത്തിന് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഭഗവാൻ തന്നെ ഗീതയിൽ പറയണം, കിഞ്ചിത് നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യകർമ്മകൃത്. ഒരു ക്ഷണം പോലും ഇല്ലാതിരിക്കാൻ വയ്യ. പക്ഷെ അതേ ഭഗവാൻ തന്നെ പറയുന്നു, നീ വേണ്ട വിധത്തിൽ ജീവിച്ച് തത്വജ്ഞാനിയായാൽ നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാതി. സന്യാസം എല്ലാവർക്കും വേണ്ട. ആർക്കതിന് നിയതിയുണ്ടോ അവർക്ക് ബാഹ്യസന്യാസം. സന്യാസയോഗം എല്ലാവർക്കും വേണം. സന്യാസയോഗമില്ലാതെ സമാധാനം വരികയില്ല. സന്യാസയോഗം എന്താന്ന് വെച്ചാൽ നിസ്സംഗത, ആത്മതത്വം അറിഞ്ഞു ഒന്നിലും പറ്റുമാനമില്ലാതെ ഇരിക്കുക. അത് ഗൃഹസ്ഥന്മാർക്ക് സന്യാസികളെക്കാളും കൂടുതൽ വേണം. എന്താന്ന് വെച്ചാൽ സന്യാസിക്ക് ഇനി വിഷമം വരാൻ സ്ഥലമൊന്നുമില്ല, ഒക്കെ പോയി കഴിഞ്ഞു, എല്ലാത്തിനും വിട്ടു. ഗൃഹസ്ഥനാണ് കുട്ടികളും മക്കളും പേരക്കുട്ടികളും ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും. എവിടുന്നാണ് കഥന പൊട്ടുക എന്നറിയില്ല, എങ്ങനെയാണ് പടക്കം പൊട്ടുക എന്നറിയില്ല. ഫ്രം എനിവേർ എനിത്തിങ് ക്യാൻ എക്സ്പ്ലോഡ്. അപ്പോ ഈ ഒരു നിസ്സംഗതയുടെ ഓയിൻമെന്റ് കൂടാതെ കഴിയില്ല. ഈ സന്യാസയോഗം ഇല്ലാതെ കഴിയില്ല. അത് ഉള്ളിലറിഞ്ഞ ഹൃദയസ്ഥാനത്തില് തത്വവിത്തായിട്ട് ഇരിക്കുന്നതിന് ആ ഒരു ശാന്തി, സമാധാനം ഉണ്ടാവും. സമാധാനം ഗൃഹസ്ഥാശ്രമത്തിലുള്ളവർക്ക് കൂടുതൽ. അതുകൊണ്ടാണ് ഗീത ഉപദേശിക്കുന്ന കൃഷ്ണനും ഗൃഹസ്ഥനാണ്, കേൾക്കണ അർജുനനും ഗൃഹസ്ഥനാണ്, എഴുതിയ വ്യാസനും ഗൃഹസ്ഥനാണ്. ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം പറയുമ്പോൾ പറഞ്ഞു, ഇതിൽ പരമമായ സന്യാസയോഗത്തിനെ പറയുന്നു. ഗീത കർമ്മശാസ്ത്രമല്ല, ജ്ഞാനശാസ്ത്രമാണ്. കർമ്മണഃ സംസാരസ്യ അത്യന്ത ഉപരമലക്ഷണം ജ്ഞാനം. സംസാരത്തിനെ ഉപരമിപ്പിക്കുന്ന ജ്ഞാനമാണ് ഗീതയിലെ വിഷയം, കർമ്മമല്ല. നൈഷ്കർമ്മ്യസിദ്ധിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്കൊന്ന് കോൺഫ്ലിക്റ്റിംഗ് പോലെ തോന്നും, ഒന്നൊന്നിനോട് വിരോധമായിട്ട് നിൽക്കണ പോലെ തോന്നും. പക്ഷെ ഒരു വിരോധവുമില്ല. എല്ലാവരും സന്യാസികളാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ തനിയാണ് ജനിക്കണത്, തനിയാണ് പോവാൻ പോണത്. എല്ലാവരും തനിയെ പോവും, അവസാനം തനിയെ ആവും. കൂട്ടത്തോടുകൂടെ ആർക്കും പോവാനോ ഒന്നും പറ്റില്ല. നമ്മൾ സന്യാസി ആയിട്ടില്ലെങ്കിൽ നേച്ചർ നമ്മളെ സന്യാസിയാക്കും. അതുകൊണ്ട് നമ്മളായിട്ട് തത്വം അറിഞ്ഞ് സന്യാസയോഗത്തിലിരുന്നാൽ സമാധാനം ഉണ്ടാവും. നേച്ചർ നമ്മളെ സന്യാസിയാക്കുമ്പോൾ വേദനിക്കും. പ്രകൃതി നമ്മളെ പിടിച്ച് സന്യാസിയാക്കിയാൽ നമുക്ക് വേദനിക്കും. എല്ലാത്തിനെയും വലിച്ചെടുത്ത് ഒന്നുമില്ലാതെ തെരുവിൽ നിർത്തുമ്പോൾ വേദനിക്കും, വിഷമിക്കും. നമ്മുടെ അറിവിന്റെ ഊക്കം കൊണ്ട്, ബലം കൊണ്ട്, വീര്യം കൊണ്ട് തത്വമറിഞ്ഞ് നിസ്സംഗത സമ്പാദിച്ച് ഇങ്ങനെ ശ്രവണം, മനനം, ഇതൊക്കെ ഒരു തപസ്. കേൾക്കുക, മനനം ചെയ്യുക, അറിയുക, ദൃഢമാക്കുക. അതും പറഞ്ഞിട്ട് അറ്റാച്ച്മെന്റ്, നാളെ മുതൽ മക്കളുടെ കാര്യമൊന്നും ഞാൻ നോക്കില്ല, അതല്ല അർത്ഥം. വേണ്ട സമയത്ത് വേണം, എത്രയും വേണോ അത്രയും വേണം. അത് പ്രകൃതിയിൽ തന്നെ ഉണ്ട്. നിങ്ങൾ കാണാം, ഒരു പൂച്ച, അതിന്റെ കുട്ടി അങ്ങോട്ട് പോയാൽ അതിൽ കാണാം ഒരു വേവലാതി. ഒരു നായ, അതിന്റെ നായ്ക്കുട്ടി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ആ ജഗന്മാതാവിന്റെ സ്വഭാവം അവിടെ കാണും. ഈശ്വരന് നമ്മളുടെ അടുത്തുള്ള അറ്റാച്ച്മെന്റ് ഒരു തള്ളപ്പൂച്ചയ്ക്ക് കുട്ടിപ്പൂച്ചയുടെ അടുത്ത് കാണാം. അതുപോലെ നമ്മളുടെ അടുത്തും ചിലതുണ്ട്. കുട്ടികളുടെ അടുത്ത്, മക്കളുടെ അടുത്ത്, പേരക്കുട്ടികളുടെ അടുത്ത് വരുന്നത് നാച്ചുറലാണ്. അത് നമുക്ക് മനസ്സിലാവും ഏതാണ്. അത് നമുക്ക് വിഷമമൊന്നും ഉണ്ടാക്കില്ല. അത് ആവശ്യം കഴിഞ്ഞാൽ അത് പോയിക്കോളും. നിങ്ങൾ അതൊന്നും ബലപ്പിടിച്ച് ഇതൊന്നും വേണ്ടാന്ന് വെക്കുകയും വേണ്ട. അതേസമയം ഈ നാച്ചുറലായിട്ട് ഈശ്വരൻ തന്നിരിക്കുന്ന വികാരത്തിൽ എണ്ണ ഒഴിച്ച് മനസ്സ് സങ്കല്പം ബലം കൊണ്ടും അഹങ്കാരം, സ്വാർത്ഥത, ഇതൊക്കെ നീക്കിയാൽ കാര്യം ശരിയായിക്കോളും. തത്വം അറിഞ്ഞാൽ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കേണ്ട വസ്തുക്കൾ ഇരിക്കും. മണ്ണ് ഭൂമിയിലിരുന്ന മണ്ണ്, ഷഫ്റ്റിലിരുന്ന ചളി, അല്ലേ? അത് അവിടെ അതാത് സ്ഥലത്ത്. അപ്പോ നഷ്ടമാനസ ഉത്കൃഷ്ടയോഗിന. മനസ്സ് പോയാൽ ഓർഡർ വരും. മനസ്സെന്ന് വെച്ചാൽ കൺഫ്യൂഷനാണ്.
ആ ഉത്കൃഷ്ടയോഗിക്ക് കൃത്യമസ്തിക്കും എന്ത് കൃത്യമാണുള്ളത്? സ്വസ്ഥിതിം യതഃ, തന്റെ സ്വരൂപസ്ഥിതിയെ തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ആത്മലാഭാത് പരോലാഭ, ആത്മലാഭത്തിനേക്കാളും വലിയൊരു ലാഭമല്ല എന്നാണ്, തന്നെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഉത്കൃഷ്ടയോഗിന കൃത്യം അസ്തിക്കും സ്വസ്ഥിതിം യതഃ, സ്വസ്ഥിതിയെ നേടിയവൻ. മനസ്സിന്റെ രൂപം മരിച്ച് വേഷത്താലെ മനുഷ്യനായി കാണും മഹാത്മയോഗി. ഭഗവാന്റെ വാക്ക് മലയാളത്തിൽ എങ്ങനെയാണ്? തനിക്കൊരു കാര്യവും ചെയ്യേണ്ടതായില്ല തൻ നിജരൂപം പ്രാപിച്ചതാലേ. എന്നുവെച്ചാൽ ഈ അജ്ഞാനം ഉള്ളിന്ന് പോയ മഹാത്മയോഗി, മഹാത്മാവായ ഈ യോഗി വേഷത്താലെ മനുഷ്യനായി കാണും എന്നാണ് ഭഗവാൻ പറയുന്നത്. ബാഹ്യവേഷം കൊണ്ട് തത്വജ്ഞാനിയും എല്ലാരെ പോലെയും മനുഷ്യനായിട്ട്, സാധാരണ മനുഷ്യനായിട്ട് കാണപ്പെടും. പക്ഷേ വേഷം മാത്രമാണ്, അതിനി പറയാൻ പോണു ഭഗവാൻ. വേഷം മാത്രമാണ് മനുഷ്യന്റെ അകത്ത്. ദേഹീവ ദൃശ്യത്തെ സൗ പരന്ത്വസൗ കേവലോ ഹി ആത്മാ. ദേഹവാനെ പോലെ കാണുന്നു, പക്ഷെ അവൻ വാസ്തവത്തിൽ ആത്മസ്വരൂപിയാണ്, ഈശ്വരസ്വരൂപിയാണ്. ഒരു ജീവൻ മുക്തനിലൂടെ നമുക്ക് ഭഗവാനെ കാണാം, ഈശ്വരനെ കാണാം. ഒരു മുക്തപുരുഷനെ കണ്ടാലേ ഈശ്വരനുണ്ട് എന്നറിയുള്ളൂ. എന്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഒരു ബൾബിൽ ഇലക്ട്രിസിറ്റി കാണുന്ന പോലെ അതിന് മാനിഫെസ്റ്റേഷൻ അവിടെ കാണും. അപ്പോ വേഷത്താലെ മനുഷ്യനായി കാണും മഹാത്മയോഗി തനിക്കൊരു കാര്യവും ചെയ്യേണ്ടതായില്ല. ആ യോഗി ഏതെങ്കിലും ഗുഹയിൽ അടച്ചിരുന്നാലും ലോകം മുഴുവൻ ബാധിക്കപ്പെടും. ഇതൊരു വലിയ ആശ്ചര്യമാണ്. ഈ സംസാരത്തിനുള്ളിലിരിക്കുമ്പോൾ നമ്മൾ എന്ത് നല്ലത് ചെയ്താലും ലിമിറ്റഡാണ്. ഈ സംസാരത്തിന്ന് പുറത്തുപോയ ആള് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ സംസാരം മുഴുവൻ അതുകൊണ്ട് അനുഗ്രഹീതമാവും. ആർക്കാർക്ക് അതിൽ നിന്ന് കിട്ടാനുണ്ടോ അതൊക്കെ കിട്ടും. ഒരാളുടെ സാക്ഷാത്കാര സ്ഥിതി ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാണ്. അതിനേക്കാളും വലിയൊരു സോഷ്യൽ സർവീസ് ഒന്നും ചെയ്യാനില്ല. അറിഞ്ഞ് മിണ്ടാതെ ഇരുന്നാൽ പോലും ലോകത്തിന് അനുഗ്രഹമാണ്. അത് പക്ഷെ അറിയപ്പെടുകയോ പേപ്പറിൽ വരികയോ ഒന്നും ചെയ്യണമെന്നില്ല. ആ സന്നിധിയിൽ ഇരുന്നാൽ ശാന്തി, ആനന്ദം. എത്രയോ ആസ്പത്രികൾ കൊണ്ടും സ്കൂളുകൾ കൊണ്ടും നടക്കാത്ത സംസ്കാരവിശേഷം ഈ സത്സംഗം കൊണ്ട് ഉണ്ടാവും. മൃത്യുരപി അമൃതായത യാവത് സമ്പതിവാഭാതി. അതുകൊണ്ട് അങ്ങനെയുള്ള യോഗിക്ക് ഒന്നും ചെയ്തു തീർക്കാനായിട്ടില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഇനി എങ്ങനെ ആ ചിത്തത്തിനെ ഇല്ലാതാക്കണ വിദ്യ എന്താ? അതാണ് ഭഗവാൻ ഇവിടെ പറയണത്. മനസ്സെന്ന് വെച്ചാൽ ബഹിർമുഖ വൃത്തി, ദൃക്ക്, ദൃശ്യം. നിങ്ങളൊക്കെ ദൃശ്യം, ഞാൻ ദൃക്ക്. കണ്ണടച്ചിരുന്ന ഉള്ളിൽ വരുന്ന ചിത്തവൃത്തികളൊക്കെ ദൃശ്യം, ഉള്ളിലൊരു ദൃക്കുണ്ട്. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദബിന്ദു ഹരിനാരായണായ നമഃ. അറിഞ്ഞിടുന്നവൻ തൻ ഉരുവ്, ആ സാക്ഷി സ്വരൂപം. ദൃശ്യവാരിതം ദൃശ്യവാരിതം ചിത്തം ആത്മനഃ ചിത്വദർശനം തത്വദർശനം. ചിത്തത്തിനെ ദൃശ്യവാരിതം, വാരിതം എന്ന് വെച്ചാൽ ദൃശ്യത്തിലേക്ക് പോവാതെ പിൻവലിച്ചു കൊണ്ടുവരുന്നു. വിഷയേഭ്യഃ പ്രതിസംഹൃത്യ ചേതസഃ ആത്മനി സമാധാനം. വിഷയങ്ങളിൽ നിന്നും ആ ചിത്തത്തിനെ അങ്ങനെ അന്തർമുഖമാക്കിക്കൊണ്ടുവന്ന് ആത്മനഃ ചിത്വദർശനം തത്വദർശനം, കേവലമായി ചിന്മാത്രമായി ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തില് പ്രകാശിക്കുന്ന ചിത് ത്വം, ചിത്വദർശനം, തത്വദർശനം. തത്വദർശനം, തത്വജ്ഞാനം എന്നൊക്കെ നമ്മൾ ഒരുപാട് വാക്ക് പറയേണ്ടത്. വേദാന്തപരമായിട്ട്
തത്വദർശനം, തത്വജ്ഞാനം തന്നെയാണ് സമാധി എന്ന് പറയുന്നത്. തത്വാത്മബോധ ഏവൈഹ സർവ ആശാതൃണപാവകഃ പ്രോക്തഃ സമാധിശബ്ദേന നതു തൂഷ്ണീമവസ്ഥിതിഃ. ഈ തത്വാത്മബോധം ആശകളാകുന്ന, വാസനകളാകുന്ന പുല്ലുകളെ എരിച്ചു കളയുന്ന അഗ്നിയാണെന്ന്. അതിനെയാണ് നമ്മൾ സമാധി എന്ന് വിളിക്കുന്നത്. അല്ലാതെ ശരീരത്തിനെ മാത്രം ചുമ്മാ വെച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് അല്ല. അപ്പൊ ആ തത്വജ്ഞാനം കണ്ണു തുറന്നാലും കണ്ണടച്ചാലും ഒന്നും പോണില്ല. അറിഞ്ഞാൽ, സത്യം അറിഞ്ഞവന്. ആ തത്വദർശനം എങ്ങനെ ഉണ്ടാവണു? മനസ്സന്തർമുഖമായി, ദൃശ്യമൊന്നുമില്ലാതെ. പുറമേക്ക് പ്രപഞ്ചം ദൃശ്യമാണ്, കണ്ണടച്ച ചിത്തവൃത്തികളൊക്കെ ദൃശ്യമാണ്, അവസാനം ഞാൻ തന്നെ ദൃശ്യമാണ്. ആ ദൃശ്യത്തിനെയൊക്കെ മാറ്റി ചിത്വദർശനം, കേവല ഇരുപ്പ് മാത്രം, സുഷുപ്തിയിൽ എന്ന പോലെ. പക്ഷെ കോൺഷ്യസ്. ഡീപ് സ്ലീപ്പില്, സുഷുപ്തിയില് സുഖമായി ഉറങ്ങുമ്പോ ശരീരമില്ല, മനസ്സില്ല, തോട്ട്സ് ഒന്നും വരുന്നില്ല, ഞാൻ, നീ, അവൻ എന്നുള്ള വികല്പങ്ങളൊന്നുമില്ല, സംസാരമോ സന്യാസമോ ഈശ്വരനോ ഒന്നുമില്ല. ആ സ്ഥിതിയില് സുഖമായിട്ടിരിക്കണു എന്ന് പറയണു. എണീറ്റിട്ട് പറഞ്ഞു സുഖമായിട്ടിരുന്നു. ആ സുഖം എവിടെ നിന്ന് വന്നു? ആത്മാവിന്റെ ചിത്വത്തിൽ വന്നു, സത്വത്തിൽ വന്നു. സദേവ സൗമ്യേതമഗ്ര ആസീത് സദാ തദാ സമ്പന്നോ ഭവതി. സുഷുപ്തിയില് കേവല സത്തില് പോയിട്ട് മനസ്സിരുന്നു. സമാധിയില് ചിത്തില് മനസ്സിരിക്കും. എന്നുവെച്ചാൽ ആ ഇരുപ്പിനെ യു ബിക്കം അവെയർ ഇൻ ദ വേക്കിംഗ് സ്റ്റേറ്റ്. മനസ്സിലാവില്ല. ഇത് നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നാലേ മനസ്സിലാവുള്ളൂ. മനസ്സന്തർമുഖമായി മനനം ചെയ്ത് ആ ഒരു ധൃതിനെ ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ, ഉള്ളിലിങ്ങനെ നുണഞ്ഞു നോക്കുമ്പോൾ പതുക്കെ ഈ തത്വം തെളിയും. ധൃതി കൂട്ടമൊന്നും വേണ്ട, ഇത് കേട്ടാ മതി. ഇപ്പോ അതിനെ അറിയുന്നത്, അവിടെ എന്തൊരു സത്ത് നിർവിശേഷമായി ഒരു ദുഃഖവുമില്ലാതെ ഇരുന്നുവോ അല്ലേ? എല്ലാ ദിവസവും, എത്ര ദുഃഖം വിഷമുള്ള ദിവസവും അന്തര്യാമി എല്ലാം അഴിച്ചു മാറ്റി വെച്ചിട്ട് നിർവിശേഷമായിട്ട് ആ അവസ്ഥയിലിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ അറിയണോ അതെന്ന്? ഒന്നിനോടും ആ ഉള്ളിലുള്ള ആൾക്ക് പറ്റുമാനില്ല എന്നറിയണം. ഒന്നും അതിൽ ഒട്ടിയിട്ടില്ല. ഭഗവാൻ അടുത്ത് ഒരാൾ ചോദിച്ചു, ഷുഡ് ഐ നോട്ട് റിനൗൺസ് എവറിത്തിങ്? ഭഗവാൻ പറഞ്ഞു, ദ സെൽഫ് ഹാസ് ഓൾറെഡി റിനൗൺസ്ഡ് എവറിത്തിങ്. ഇത്രയാണ് ആൻസർ. If you know the self, you will know that there is nothing in it. ആത്മാവിനെ അറിഞ്ഞാൽ അത് നിസ്സംഗമാണ്, അസംഗമാണെന്നറിയും. അസംഗോഹി അയം പുരുഷ. അതാണ് സമാധി. ആ പ്രജ്ഞാനമാണ് സമാധി. ദിവസം സുഷുപ്തി അവസ്ഥയില് ആത്മാവ് നമുക്ക് പ്രകാശിപ്പിക്കണു. എന്നിൽ മനസ്സില്ല, എന്നിൽ ശരീരമില്ല, എന്നിൽ ലോകമില്ല, എന്നിൽ ഞാനല്ലാതെ വേറെ ഒന്നുമില്ല, ഏകമേവ അഹം.
എന്ന് ദിവസം നമ്മളോട് അനുഭവത്തിലൂടെ ആ സുഷുപ്തി അവസ്ഥയിൽ പറയുന്നു. എഴുന്നേൽക്കുമ്പോൾ മറന്നുപോയി. അപ്പൊ എഴുന്നേറ്റിട്ട് ഓർത്തോർത്തോർത്തോർത്തോർത്ത് ആത്മാവ് മാത്രമാണ് നിർവിശേഷമായിട്ട് എപ്പോഴും ഇരിക്കുന്നത്. സുഷുപ്തിയിലുണ്ടെങ്കിൽ സ്വപ്നത്തിലും അതുണ്ട്, ജാഗ്രതയിലുമുണ്ട്. പക്ഷെ സ്വപ്നത്തിലും ജാഗ്രതയിലും മറ്റ് സാധനങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അതിന് ശ്രദ്ധിച്ചില്ല. ഈ സുഷുപ്തിയിൽ ഏതൊന്ന് സുഖസ്വരൂപമായിട്ടിരുന്നോ അത് നമ്മളുടെ മനസ്സിനും പിന്നീടാണല്ലോ മനസ്സ് വരുന്നത്. പക്ഷെ മനസ്സ് വന്നാലും മനസ്സിന് മുമ്പ് തന്നെ പുറകിൽ അതുണ്ട്. മനസ്സിന്റെ ബാക്കില് അതുണ്ട്. നിങ്ങളുടെ മനസ്സ് എന്തൊക്കെ തന്നെ സിനിമ കാണിച്ചാലും ആ സ്ക്രീന് അസംഗമാണ്, അത് പ്യുവറാണ്, ശുദ്ധമാണ്. അറിവതിന്റെ സ്വരൂപമാണ്. അതുകൊണ്ട് സുഷുപ്തിയിൽ ചിലരൊക്കെ എഴുതും, സുഷുപ്തിയിൽ അറിയായ്മയുണ്ട് എന്ന് പറയും. അത് നമ്മൾ ജാഗ്രത നോക്കിയിട്ട് പറയാണ്. ആത്മാവിൽ അറിയായ്മ ഉണ്ടാവാനേ പറ്റില്ല. സുഷുപ്തിയിൽ അറിഞ്ഞും കൊണ്ട് താനേ അറിവുമയമായിട്ട് താൻ പ്രകാശിക്കുന്നുണ്ട്. അത് കുറെ കഴിയുമ്പോൾ മനസ്സിലാവും. അത് അറിഞ്ഞു കഴിഞ്ഞ ജ്ഞാനിക്ക് അതുകൊണ്ട് സുഷുപ്തിയിലും ഉണർന്നു തന്നെയാണ് അയാൾ ഇരിക്കുന്നത്. കൃത്യമസ്തി കിം സ്വസ്ഥിതിം യതഃ. അതുകൊണ്ട് ദൃശ്യവാരിതം, ഇങ്ങനെ ദൃശ്യത്തിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ച് ചിത്തവൃത്തികളൊക്കെ വരുമ്പോൾ അതിന്റെ വഴിക്ക് പോകാതെ, പ്രപഞ്ചത്തിൽ മനസ്സ് വിടാതെ, ഉള്ളിൽ സാക്ഷി മാത്രമായി അവബോധമാത്രമായി ദൃക്കായിട്ടിരിക്കുന്ന സ്വരൂപത്തില് നിർത്തുക. അതാണ് ചിത്വ ദർശനം. ചിത്ത് മാത്രം. ചിത്ത് എന്ന് വെച്ചാൽ അവയർനെസ്, ബോധം. ആ ബോധത്തിൽ മനസ്സിനെ നിർത്തി 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 പരിശീലിപ്പിക്കുന്നതുണ്ടല്ലോ, ആ ചിത്തിൽ നിർത്തലാണ് ചിത്വം, ആണ് തത്വം. ഗുരു പറയുമ്പോ തത്വമും ശിഷ്യൻ അനുഭവിക്കുന്നത് ചിത്വമുമാണ്. ഗുരു ഉപദേശിക്കുന്നത് തത്വം, ഞാൻ അനുഭവിക്കുന്നത് ചിത്വം. ഗുരു പറയണു നീ അതാണെന്ന്, ശിഷ്യന്റെ അനുഭവമോ ചിത്വം, കേവല ചിന്മാത്രമായി സ്വയം പ്രകാശമായ വസ്തുവില് ഇരിക്കും. അച്ഛത്തിന്റെ അനുഭവമാണ് തത്വം എന്ന് പറഞ്ഞത്. തത്വം എന്ന് വെച്ചാൽ വേദാന്തത്തിൽ ഇപ്പൊ ഫിലോസഫി എന്നുള്ള വാക്കിനെ തത്വം എന്നാണ് പറയണത്. പക്ഷെ തത്വം ഫിലോസഫി അല്ല. ഫിലോസഫി വെറും ഇന്റലക്ച്വൽ വർക്കാണ്. തത്വം എന്ന് പറഞ്ഞാൽ അനുഭൂതിയാണ്. ആളുകൾ കുറെ ബൗദ്ധികമായിട്ട് ആശയങ്ങളെ പറയണതും ഖണ്ഡനം, മണ്ഡനം, പൂർവപക്ഷം, സിദ്ധാന്തം പറയണതൊക്കെയാണ് തത്വം എന്ന് വിചാരിക്കുന്നത്. അത് വെറും ബുദ്ധിയുടെ കസർത്താണ്. അനുഭൂതിയാണ് തത്വം. ഭാഗവതം പറഞ്ഞു, വദന്തി തത്വവിദഃ തത്വം. തത്വജ്ഞാനികളുടെ അടുത്ത് പോയാൽ അവർ തത്വം പറയും. എന്താണ് തത്വം? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ യജ്ഞാനമദ്വയം. രണ്ടില്ലാത്തതായ ആ ചിത്തിനെ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും പേര് പറഞ്ഞു വിളിക്കുന്നു. താനേ താനേ തത്വമിതനൈ താനേ കാട്ടുവായ അരുണാചല. തിരുമ്പി അഹം തனை ദിനം അഹക്കൺകാൺ തെരിയും என்றனை എൻ അരുണാചല. ഭഗവാൻ അക്ഷരമണമാലയില് 2 പാട്ട്. തത്വം എന്താണ്? താനേ താനേ തത്വം. ഈ താൻ എന്നുള്ളത് തന്നെ തത്വം. നമ്മൾ ആരെങ്കിലുമൊക്കെ ഒന്ന് വാതില് ബെല്ലടിച്ചാൽ ആരാ അത്? ഞാൻ തന്നെ എന്ന്. പിന്നെയും ആരാ? ഞാൻ തന്നെ. ഒരു ഞാനും ഒരു താനും, അല്ലേ? ആ താൻ എന്താണ്? താൻ ആത്മാവാണ്, സത്ത്, നിർവിശേഷമായ വസ്തു. താനേ താനേ തത്വം ഇതനൈ താനേ കാട്ടുവായ അരുണാചല. ആ തത്വ, ആ വസ്തുവിനെ എങ്ങനെ കാണും? അത് സ്വയം തന്നെ കാണിക്കണം. ഇറ്റ് ഹാസ് ടു റിവീൽ ഇറ്റ് സെൽഫ്. അപ്പൊ അരുണാചലേശ്വരൻ കൊടുത്ത ഉപദേശമാണ് തിരുമ്പി, എന്നുവെച്ചാൽ ദൃഷ്ടിയെ ഉള്ളിലേക്കാക്കിയിട്ട് അഹം തന്നെ, ഞാൻ എന്നുള്ള ആ അനുഭൂതി, സ്ഫൂർത്തിയെ ദിനം എപ്പോഴും അഹക്കൺകാൺ, അന്തർമുഖമായി കണ്ട് ശ്രദ്ധിച്ചു പഠിക്കൂ.
തെരിയും എന്നൈ, നിനക്ക് തന്നെ അറിയും. യു വിൽ യുവർ സെൽഫ് ഗെറ്റ് കൺവിൻസ്ഡ്, യു വിൽ റിയലൈസ്. നീ തന്നെ സാക്ഷാത്തായിട്ട് അതിനെ ഹൃദയത്തിൽ അറിയും. എൻ അരുണാചല, അങ്ങനെ പറഞ്ഞുവല്ലോ എന്റെ അരുണാചല എന്ന്. അങ്ങനെ അരുണാചലേശ്വരൻ ഉപദേശിച്ചു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഈ ജ്ഞാനം അരുണാചലേശ്വരൻ കൊടുത്തതാണ്. തൻ പദം എനക്ക് തന്തനൻ. ഭഗവാൻ തന്നെ ഒരു പാട്ടിൽ പറയണു, ഞാൻ സാക്ഷാത്കാരം നേടിയെന്നല്ല മഹർഷി പറയണത്, ഞാൻ തിരുച്ചുഴിയിൽ സുന്ദരമയ്യർക്കും അഴകമ്മാൾക്കും പുത്രനായിട്ട് ജനിച്ചു. ഭുവിക്കുൾ പൊങ്കിടും പുവിച്ചൊർ പുങ്കവൻ പുഴിച്ചുഴിക്കുൾ സുന്ദരൻ സതിക്കുൽപ്പന്നനൻ തലത്തിൽ തുൻപുറും പഠിക്കും. ഈ ജഗത്തില് സംസാരത്തിൽ പെട്ട് വിഷമിക്കുന്ന ആളുകളെ കണ്ടിട്ട് തന്മയം ചഴിക്ക് ചിന്മയം തഴയ്ക്ക് തൻ പദം എനക്ക് തന്തനൻ. അരുണാചലേശ്വരൻ തന്റെ സ്റ്റേറ്റ്, തന്റെ സ്ഥിതി എനിക്ക് തന്നു എന്നാണ് പറയണത് ഭഗവാൻ. തൻ പദം എനക്ക് തന്തനൻ. തന്റെ സ്റ്റേറ്റ്, തന്റെ ആ നിർവിശേഷമായ സ്വരൂപപദത്തിനെ, സ്വാനുഭൂതിയെ എനക്ക് തന്തനൻ, എനിക്ക് തന്നു. വിളക്കിന് വിളക്ക് കൊളുത്തുന്ന പോലെ ആ അനുഭൂതിയെ ഭഗവാൻ അങ്ങോട്ട് കൊടുത്തു എന്നാണ്, പരിപാകപ്പെടുത്തി കൊടുത്തു എന്നാണ്. ഭൂമിയിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നോക്കുമ്പോൾ മഹർഷിയുടെ ജീവിതത്തില് മഹർഷി മരണാനുഭവം വന്നു, വിചാരം ചെയ്തു, നേടിയൊക്കെ നമ്മൾ പറയും. പക്ഷെ വാസ്തവത്തില് ഒരു ദൃഷ്ടാന്തം പറഞ്ഞാൽ, തൃപ്പൂണിത്തുറയുന്ന ഒരു ആന കല്ലൂർക്ക് വരണ്ടെന്ന് വെച്ചോളാം. ആനയുടെ മേലെ ഒരു ഉറുമ്പ് തലഭാഗത്ത് നിന്നും വാൽഭാഗത്തിലേക്ക് നടക്കുക. ഈ ആന പ്രഭാഷണം കേൾക്കാൻ വരിക. അപ്പൊ ഉറുമ്പ് വിചാരിക്കുകയാണ്, ഞാൻ പോയി തൃപ്പൂണിത്തുറയിൽ പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴട്ടെ എന്ന് ഒന്ന് പോയിക്കൊണ്ടിരിക്കുക. ഈ ഉറുമ്പ് എപ്പോഴെങ്കിലും അവിടെ എത്തുമോ? അത് നടക്കുന്നത് തൃപ്പൂണിത്തുറ സൈഡിലേക്കാണെങ്കിലും ആന നടക്കുന്നത് ഇങ്ങോട്ടായതുകൊണ്ട് ആ അധിഷ്ഠാനം എവിടെ എത്തണോ അവിടെയാണ് എത്തുക, അല്ലേ? നമ്മളുടെ സാധനയും അനുഭൂതിയൊക്കെയാണ്, നമ്മളുടെ അനുഷ്ഠാനങ്ങളൊക്കെയാണ് നോക്കുന്നത്. പക്ഷെ അടിയിലൊരു ശക്തി, ചുവട്ടിലൊരു ശക്തി നമ്മളെ എവിടേക്കോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണു. അത് കൊണ്ടുപോയി എത്തിക്കുന്ന സ്ഥലത്തെത്തും. അതിനാണ് നമ്മൾ കൃപ എന്ന് പറഞ്ഞത്. അപ്പൊ ഭഗവാൻ പറയണു, 16 വയസ്സിലും മരണാനുഭവം വന്നതും അരുണാചലത്തേക്ക് വന്നതുമാണ് നമ്മൾ കഥ പറയണത്. മഹർഷി പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയും അപ്പനും, ഈ പുറമേക്കുള്ള അമ്മയപ്പനല്ല, ഈശ്വരൻ അമ്മയും അപ്പനുമാകിയனை ഭൂമിയിൽ ആക്കി അളിത്ത് മഹിമായയിൻ ആഴ്ക്കടൽ വീഴ്ந்திടും മുൻ എൻ മനം മന്നി ഇഴുത്ത് തൻ പദത്തിൽ ഇരുത്തിനം. ചിന്മയനാം അരുണാചല നിന്നരുൾ ചിത്രമെന്നേ. അദ്ഭുതമായ മധുരമായ തമിഴാണ്. അമ്മയും അപ്പനുമാകി, അമ്മയും അച്ഛനുമായി അരുണാചലേശ്വരൻ ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ വന്ന് പിടിച്ച് അമ്മയും അച്ഛനുമായി കൂടെ ഇരുന്ന് നോക്കിയിട്ട് ഭൂമിയിൽ മായയിൽ വീണ് ഞാൻ എന്നെ മറന്നു പോകുന്നതിന് മുമ്പ് എൻ മനം മന്നി ഇഴുത്ത്, മനസ്സിനെ പിടിച്ചു കൊണ്ടുവന്ന് തൻ പദത്തിൽ ഇരുത്തിനു. സ്വരൂപത്തില് ആത്മാനുഭൂതിയിൽ ഇരുത്തി. ആ അനുഗ്രഹത്തിന്, കൃപയെ ഞാൻ എങ്ങനെ പറയും? ആ കൃപയെ ഞാൻ എങ്ങനെ വിശേഷിപ്പിക്കും, എങ്ങനെ പറയുമെന്നാണ് ഭഗവാൻ പിന്നാലെ പാടുന്നത്. അപ്പൊ അമ്മയും അപ്പനെന്ന് വെച്ചാൽ ആ മാതൃഭാവം, ഈശ്വരന്റെ പിതൃഭാവം, ആ ഈശ്വരത്വം എന്ന് പറയണ്ടല്ലോ, കൃപാശരീരം. ആ കൃപാശരീരത്തിന്റെ സാക്ഷാത്കാരം വരുമ്പോ ജീവിതം പൂർണ്ണമാണ്. അതാണിവിടെ ദൃശ്യത്തിന്ന് ചിത്തം ദൃക്കിൽ പോയി സ്വരൂപത്തിലിരിക്കുമ്പോ തത്വദർശനം. അവിടെ ഹൃദയമാണ്, ഹൃദയമാണ് ചിത്വം. ഹൃദയസ്ഥാനത്തില് അവിടെ പൂർണ്ണതയുണ്ട്, ശാന്തിയുണ്ട്, ആനന്ദമുണ്ട്. തത്വദർശനം, തത്വജ്ഞാനം ഉണ്ടായി. താനേ തത്വം. ആത്മാവ് സ്വയം പ്രകാശമായ വസ്തു, ഉപാധി സംബന്ധമില്ലാതെ അവിടെ പ്രകാശിച്ചു. ഈ തത്വദർശനം എങ്ങനെ സാധിക്കും? എങ്ങനെ ആത്മവിചാരം ചെയ്യും? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. മനസ്സ് സമ്മതിക്കണില്ല എന്നാണല്ലോ എല്ലാവരും പറയാം.
മനസ്സ് നിൽക്കണില്ല. മനസ്സ് എന്തൊക്കെയോ ചിന്തിക്കണം. മനസ്സിനെയാണ് എല്ലാവർക്കും പേടി. പല വിചാരങ്ങൾ വരണു. എന്ത് ചെയ്യും? അതാണ് മാനസം തുക്കിം മാർഗണേ കൃതേ നൈവ മാനസം മാർഗ ആർജവാത്. മനസ്സിനെ അംഗീകരിച്ചുകൊണ്ടാണ് എല്ലാ മാർഗങ്ങളും, സാധനാമാർഗങ്ങളൊക്കെ. മനസ്സിനെ പിടിച്ചു നിർത്തൂ, ഒരു നാമത്തിൽ നിർത്തൂ, രൂപത്തിൽ നിർത്തൂ ഒക്കെ പറഞ്ഞു. ഈ മനസ്സാവട്ടെ ഒരു വിശേഷ ശക്തി. അതെങ്ങനെയെങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആർക്കും അറിയാൻ വയ്യ. അത് മോഡേൺ വേൾഡിലേക്ക് വരും തോറും കൂടുതൽ 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 പെർവേർഷൻസ് ആണ്. അമേരിക്ക പോലെ സിവിലൈസ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൽ നോക്കിയാൽ 70% മേലെ മനോരോഗികളാണെന്ന് പറയണം. സ്കൂളില് സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞു. നമ്മളുടെ കാലത്ത് അന്ന് ഒരു ഭ്രാന്താശുപത്രി എവിടെയെങ്കിലുമേ കാണുള്ളൂ, അല്ലേ? ഇപ്പൊ ഓരോ സ്കൂളും ഭ്രാന്താശുപത്രികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിലൊക്കെ ഒരു സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ്. കുട്ടികളെ ഒരു വശത്ത് മനസ്സ് കൂടുതൽ കൂടുതൽ വികലമാക്കുക, ഷൂട്ടിംഗ് ഒക്കെ പഠിപ്പിക്കുക സ്കൂളിൽ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച്. കർമ്മം നോക്കൂ, കർമ്മം മനസ്സുമായിട്ട് സംബന്ധപ്പെട്ട് കിടക്കുന്നു, മനസ്സ് കർമ്മമായിട്ട് സംബന്ധപ്പെട്ട് കിടക്കുന്നു. കർമ്മത്തിനെ വികലമാക്കും, മനസ്സ് വികലമാവും. എന്നിട്ട് മനസ്സിനൊന്നും അറിയില്ല, അതും ജഡമാണ്. പക്ഷെ അതിനെ നമ്മൾ വളർത്തി വളർത്തി ഒരു ഭൂതത്തിനെ വളർത്തിയിട്ട് അത് പറഞ്ഞാൽ കേൾക്കണില്ല, പറഞ്ഞാൽ കേൾക്കണില്ല, പറഞ്ഞാൽ കേൾക്കണില്ല. എല്ലാം മൈൻഡ് ഓറിയന്റഡ് ആണിപ്പോ. സിനിമ, അത് ഇതൊക്കെ മൈൻഡ് ബോഗ്ലിംഗ്. എന്നിട്ട് പലതരം പ്രശ്നങ്ങള്. സത്സംഗമൊക്കെ ഇപ്പൊ ഞങ്ങളെ പോലുള്ളവർക്ക് ആളുകൾ വിചാരിക്കും നമ്മൾ കൗൺസിലിങ്ങിന് ഇരിക്കുകയാണെന്നാണ്. ഓരോന്നായിട്ട് വരും. അത് കുറെ നേരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷമാവും, ക്ഷീണിച്ചു പോവും. തല്ലുന്നതിനേക്കാളും എഫക്റ്റ് ആവും അത്. അതുകൊണ്ട് നല്ല സമ്പ്രദായത്തിൽ, പഴയ സമ്പ്രദായത്തിലൊക്കെ മഠങ്ങളില്, പഴയ കാലത്ത് മഠങ്ങളിലൊക്കെ നേരിട്ട് അവർ സംസാരിക്കുകയില്ല. സ്വാമിമാരൊക്കെ ഒരാളെ വെച്ചുകൊണ്ട് അയാളുടെ അടുത്ത് പറയും ഇങ്ങനെ സംസാരിക്കണം. ചളിവാരി എറിയണ പോലെയാണത്. ദേവതയുടെ അടുത്തും അമ്പലത്തിൽ പോയാലും ആളുകൾ പറയണത് മുഴുവൻ മനസ്സുകൊണ്ട് കൊട്ടുകയാണല്ലോ, അല്ലെ? അതാണ് കുറെ കഴിയുമ്പോൾ ശക്തി ക്ഷയിക്കുന്നത്. കലശം നടത്തണം എന്നൊക്കെ പറയാം. മനസ്സ് കൊണ്ടുപോയിട്ട് മനസ്സ് എല്ലാത്തിനും പുറകിലുണ്ട്. ദക്ഷിണ അമ്പലത്തില് ഉണ്ടിയിൽ കൊണ്ടുപോയിട്ട് പൈസയൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി, അത് തൊട്ടാ പൊള്ളും. മനസ്സാണ്, എല്ലാത്തിലും മൈൻഡാണ്. ആ മൈൻഡാണ് അകത്തിരുന്ന് വിഷമിപ്പിക്കണു. ഭഗവാൻ വളരെ സരളമായിട്ട് ഇവിടെ പറയണു, മനസ്സെവിടെ ഒന്ന് പിടിച്ചു തരും നോക്കട്ടെ എന്ന്. മാനസം തുക്കിം മാർഗണേ കൃത്യേ. നേരിട്ട് ആ ഇരുളിൽ കാണുന്ന വസ്തുവിനെ പോയി യു അപ്രോച്ച് ഇറ്റ്. കുറ്റിയിൽ ഭൂതം പോലെ. പഴയ കാലത്ത് പല കഥകളും ഉണ്ടാവും. അതിന് പാടത്ത് നടന്നപ്പോഴേ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. വാന്ന് വിളിച്ചു. അടുത്തു പോയപ്പോ വെറ്റല ചോദിച്ചു, ചുണ്ണാമ്പ് ചോദിച്ചു എന്നൊക്കെ പറയും. ഇരുമ്പ് കത്തിയിലെടുത്ത് കൊടുത്തു. ആളുകള് അതിൻ്റെ ഇടയിൽ കേമന്മാരുണ്ട്, അവര് കഥ പറയും. ഇങ്ങനെ കഥ പറഞ്ഞ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, വയലുകളിലൊന്നുമില്ലല്ലോ. ഭൂതങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉള്ളപ്പോ പിന്നെ റോഡിലെ ഇരുട്ടിലെ സന്ധ്യാകാലത്ത് ഒന്നുമില്ല. അപ്പൊ സകല ഭൂതങ്ങളും ഇപ്പോ വീട്ടില് കുടിയിരുത്തിരിക്കുക. അപ്പോ ഇരുട്ടത്ത് പോകുമ്പോ ഒരു എന്റർടൈൻമെന്റ് അന്ന് അതൊക്കെ ആയിരുന്നു.
ഇരുട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം വെളിച്ചുണ്ടാവില്ല. ആ ഗ്രാമങ്ങളിലൊക്കെ പാടത്ത് പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഇവർ കണ്ടുകൊണ്ട് ആരെങ്കിലും ഗ്രാമത്തിൽ ഒരു 2-3 പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴാണ് ഒറ്റ ആൾ ഈ പ്രേതത്തിനെ കണ്ട ആളുകളൊന്നും കാണാനേ ഇല്ല. ഇതൊക്കെ ഒന്നിപ്പോൾ അവസാനം ആകുമ്പോൾ ഒരാൾ പോയി നോക്കുമ്പോൾ ഞാൻ വാസ്തവത്തിൽ കണ്ടു എന്നും പറയും. അവസാനം ഒരു നോക്കുമ്പോൾ ഒരു പാടത്ത് ഒരു വരമ്പത്ത് ഒരു കുറ്റിയില് ഒരു പ്ലാസ്റ്റിക് കവറോ ആരോ അഴിച്ചിട്ട തുണിയോ കിടന്നിങ്ങനെ ആടിയതാണ്. അത് ലൈറ്റ് കൊണ്ടുപോയിട്ട് അടുത്ത് പോയി നോക്കുമ്പോ പ്രേതമില്ല, ഒന്നുമില്ല, ഗോസ്റ്റ് പോസ്റ്റ് ആയിട്ട് അവസാനിച്ചു. അതുപോലെ ഈ മനസ്സിങ്ങനെ അങ്ങനെ ചെയ്യണു ഇങ്ങനെ ചെയ്യണു എന്ന് പറഞ്ഞ് കൽപ്പനകൾക്കുമേലെ കൽപ്പനകളെ കയറ്റി വെച്ചിരിക്കുകയാണ്. അവിടെ വെളിച്ചം കൊണ്ട് ചെല്ലുമ്പോ അതെന്താണെന്ന് ആരായുമ്പോ മാനസം തുക്കിം മാർഗണേ കൃത്തേ നൈവമാനസം മാർഗ ആർജവാത്. ഭഗവാൻ പറഞ്ഞ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മാർഗം ഞാൻ പറയാം. മനസ്സുണ്ടോ നോക്കൂ, എവിടെ മനസ്സ്? ഭഗവാന്റെ ഭക്തന്മാർ പലരും പറയും ഭഗവാന്റെ അടുത്ത് കംപ്ലൈന്റ് പറയണമെന്ന് പറഞ്ഞ് പോവും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ ആയിട്ട് പോകും. പോകുമ്പോ ഭഗവാൻ ഒരു നോട്ടം നോക്കും, ആ സന്നിധിയിൽ പോകുമ്പോൾ ഒന്നും കാണില്ല. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂര്യന്റെ അടുത്തേക്ക് ഇരുട്ടും കൊണ്ടുപോണ പോലെയാണ്. ഇരുട്ടിനെ കാണിച്ചു കൊടുക്കാനായിട്ട് സൂര്യന്റെ അടുത്ത് കൊണ്ടുപോയാൽ കാണുമോ? അവിടെ പോകുമ്പോ കംപ്ലൈന്റ് പറയണമെന്ന് പറഞ്ഞ് പോകുമ്പോൾ അവിടെ പോകുമ്പോൾ കാണില്ല. തിരിച്ച് പുറത്തിറങ്ങിയ പാർട്ടി ഉണ്ടാവും, പക്ഷെ അവിടെ പോകുമ്പോ ഇല്ല. ചിലരോട് ഭഗവാൻ അന്വേഷിച്ചു നോക്കൂ, എവിടെ അത് മനസ്സെവിടെ? മനസ്സിനെന്താ കൊമ്പും മീശയൊക്കെ ഉണ്ടോ? അന്വേഷിച്ചു നോക്കൂ. മാനസം തുക്കും മാർഗണേ കൃത്യേ വിചാരേ കൃത്യേ നൈവമാനസം. അവിടെ മനസ്സില്ല, ആത്മാവേ ഉള്ളൂ. മാർഗ ആർജവാത്. ആത്മാവിനെ അറിഞ്ഞാൽ ഭഗവാന്റെ ഒരു എന്താ പറയാ എക്സ്പ്ലോസീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇത്തരം ആ വാക്കുകളെ ശാസ്ത്രങ്ങളിൽ പോലും നമ്മൾ കാണില്ല. ഭഗവാൻ നേരിട്ട് ഗോസ്പൽ ഓഫ് മഹർഷിയൊക്കെ നോക്കിയാൽ കാണാം, മനോനിയന്ത്രണത്തിന് വിഷമിച്ചിരിക്കുന്ന സ്റ്റേജിൽ അത് വായിച്ചാൽ നമുക്ക് അങ്ങനെ കുളിർമഴ പെയ്യുന്ന പോലെ ഉണ്ടാവും. ആത്മാവിനെ അറിഞ്ഞാൽ മനസ്സെന്ന് പറഞ്ഞ ഒന്നുണ്ടോ? മനോനിയന്ത്രണം സാധിക്കില്ല. സ്വരൂപത്തിന് അറിഞ്ഞാൽ മനസ്സെവിടെ? നീ ആരെന്ന് അറിഞ്ഞാൽ പിന്നെ മനസ്സെവിടെ ഉണ്ടോ? എന്റെ സ്വരൂപത്തിനെ അറിയായ്മ കൊണ്ട് മാത്രം ഉണ്ടായ ഒരു ഭൂതമാണ് ഈ മനസ്സ്. നീ ആരെന്ന് അറിഞ്ഞു നോക്കൂ, എന്റെ സ്വരൂപത്തിനെ അറിഞ്ഞു നോക്കൂ. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത്തെ. എല്ലാ കർമ്മവും ജ്ഞാനത്തിൽ അവസാനിപ്പിക്കും. എല്ലാ ചിത്തവൃത്തികളും വാസനകളും ഒക്കെ ജ്ഞാനത്തിൽ പരിസമാപിക്കും. മനസ്സെന്ന് പറയണത് ഉണ്ടാവില്ല. അപ്രാണോ ഹി അമനാഹ ശുഭ്രഃ ഹി അക്ഷരാത് പരതഃ പരഃ. ഉപനിഷത്ത് പറഞ്ഞു, ആത്മാവിനെ അറിഞ്ഞവന്റെ അനുഭവം എങ്ങനെ? അപ്രാണോ ഹി അമനാഹ ശുഭ്രഃ. അവിടെ പ്രാണനില്ല, മനസ്സില്ല, ശുദ്ധ നിർമ്മലമായ ജ്യോതി. അത് ഈ ശരീരാന്തർഗതമായ ചൈതന്യവുമല്ല. അക്ഷരാത് പരതഃ പരഃ. നിരവധി ഗഗനാഭം നിഷ്കലം നിർവികൽപ്പം ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധൗ. നിരവധി ഗഗനാഭം, അവധിയില്ലാത്ത ആകാശം പോലെ ഉള്ളത്. നിരവധി ഗഗനാഭം, നിർമ്മലം നിർവികൽപ്പം, നിഷ്കലം നിർവികൽപ്പം, ഹൃദി കലയതി വിദ്വാൻ ബ്രഹ്മപൂർണം സമാധൗ. അപ്പോ അവിടെ ഉത്കൃഷ്ട യോഗിയുടെ അനുഭവമാണ് ഭഗവാൻ ഇവിടെ നമുക്ക് സാധനയായിട്ട് പറയുന്നത്. മനസ്സെന്താണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോ അവിടെ മനസ്സെന്ന് പറയുന്ന ഒരു സാധനം കാണാനില്ല, ആത്മാവേ ഉള്ളൂ. ചിത്തവൃത്തികളൊന്നും കാണാനില്ല, ഒരു സ്വരൂപാനുഭൂതി മാത്രമേ ഉള്ളൂ. വിചാരമൊന്നും വരുന്നില്ല. ആ സമാധി സ്ഥിതി കലയാതിരിക്കുന്നു. അപ്പോ പിന്നെയും ചോദ്യം, മനസ്സെന്നാലുണ്ടല്ലോ, ഞങ്ങൾക്ക് നോക്കൂ, വിചാരം പലരും പറയും ഭഗവാനെ ഉള്ളിൽ വിചാരം വരണു, പലവിധ വിചാരങ്ങൾ വരണു, വിഷമങ്ങൾ വരണു. ഈ വിചാരങ്ങളൊക്കെ എന്താ? വൃത്തയസ്വഹം വൃത്തിമാശ്രിതാഃ വൃത്തയോ മനഃ വിദ്യഹം മനഃ. വൃത്തയോ മനഃ.
മനസ്സിന് ഡെഫിനിഷൻ ഭഗവാൻ കൊടുത്തു. മൈൻഡ് എന്താണ്? വാട്ട് ഈസ് മൈൻഡ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് തോട്ട്സ്. വൃത്തയോ മനഃ. സിംപ്ലിഫൈയിങ് ദ ഹോൾ തിങ്. മനസ്സ് ഇതാണ്, അതാണ്, ഒരു ഡെഫിനിഷൻ ഒന്നും. ചിത്തവൃത്തികൾ, അത്രേ ഉള്ളൂ. വൃത്തയ, കുറെ വിചാരങ്ങൾ, അതിന് മനസ്സ്. ഒരുപാട് പേരൊന്നും കൊടുക്കേണ്ടതാണ്. വൃത്തയ പഞ്ചതയ്യാഹ എന്നൊന്നും പറയണ്ട. ഭഗവാൻ എപ്പോഴും പറയണതാണ്, എന്തിനാ ഈ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഒരേ കാറ്റ്, ഒരു വസ്തു, അതിനിപ്പോ ഇത്ര പേര് കൊടുക്കണം? അത് ഇനിയും 5 വേറെ വികാരം, പിന്നെയും 15 എന്ന് പറഞ്ഞൊക്കെ വളർത്തിക്കൊണ്ടേ പോകും. ഒരു സാധനമല്ലേ ഉള്ളൂ. കൂർമ, കിർക്കലാസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുകളൊക്കെ പറയും. ഈ പേര് കൊടുക്കുക എന്നുള്ളത് ഒരു സൂക്കേട് നമുക്കുണ്ട് എല്ലാത്തിനും. മനസ്സ് എന്ന് പറയുന്നത് തന്നെ വാസ്തവത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മാവേ ഉള്ളൂ. ആത്മാവിനെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് അതിനെ മനസ്സെന്ന് വിളിക്കണം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അൺലേണിംഗ് ഫിനോമിനൻ. വൃത്തയസ്തു അഹം വൃത്തിം ആശ്രിതാഹ. എല്ലാ ചിത്തവൃത്തികളും ഞാൻ എന്നുള്ള വൃത്തിയെ ആശ്രയിച്ചു കൊണ്ടിരിക്കണം. അതൊരു വലിയ അരിത്തമാറ്റിക് പ്രിസിഷനോടുകൂടിയാണ് ഭഗവാൻ പറഞ്ഞത്. ഒരു ഇങ്ങനെ കുറച്ച് വരിക എന്ന് പറയില്ലേ. മനസ്സെന്താ? തോട്ട്സ്. അത്രേ ഉള്ളൂ. കുറെ വിചാരമല്ലേ, അവിടെ തന്നെ കാര്യം തീർന്നു എന്നാണ്. വിചാരം വരട്ടെ, എന്താപ്പോ സ്വപ്നത്തിൽ എന്തൊക്കെയോ വരണു അല്ലേ. ഇപ്പോ ചിലരൊക്കെ ഉറക്കത്തില് തന്നെ ഞാൻ എന്നൊക്കെ പറയും. ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ടാണേ, അവനെ എന്റെ കയ്യിൽ കിട്ടിയാൽ എന്നൊക്കെ പറഞ്ഞ് സ്വപ്നത്തിൽ നിലവിളിക്കുകയാണ്. അപ്പൊ തട്ടി എഴുന്നേപ്പിച്ചാണ്, ആരുമില്ലയോ. പക്ഷേ അയാളുടെ ഉള്ളില് അവനുണ്ടായിരുന്നു, വയലൻസ് വന്നു, അടിക്കണമെന്ന് തോന്നി, എല്ലാം വന്നു അല്ലേ. ഇതേതിനല്ല ജാഗ്രതയിൽ ഇതേ ഒരു ആള് വരുമ്പോ, വികാരം വരുമ്പോഴും ഇതേപോലെ തന്നെയല്ലേ. അതിന് പുറത്ത് വസ്തു ഉണ്ടെന്ന് നീ കൽപ്പിക്കല്ലേ. ഭ്രമം കൊണ്ടല്ലേ അല്ലേ. ചിലപ്പോ പത്രം വായിച്ചിട്ട് വെറുതെ ഇവിടെ ഇരുന്നിട്ട് പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് ആലോചിച്ച് ദേഷ്യപ്പെടുക, കഴിഞ്ഞ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞ് ദേഷ്യപ്പെടുക, എന്നിട്ട് പരസ്പരം ലഹളം ബഹളം അല്ലേ. ഇതാണ് പറയണത്. ഭ്രാന്ത് ഉള്ളവരെയൊക്കെ ആസ്പത്രിയിലാക്കണമെങ്കിൽ ഇവർ എല്ലാവരെയും ഇടേണ്ടി വരും. അതിന് സ്ഥലമില്ല, നമുക്ക് ട്രീറ്റ് ചെയ്യാനും ആളെ കിട്ടില്ല. എന്താന്ന് വെച്ചാൽ മനോരോഗം അജ്ഞാനമുള്ളവർക്കും ഉണ്ട്. നമുക്ക് സ്വപ്നത്തില് പറയണതൊക്കെ എഴുന്നേറ്റിരിക്കുന്ന ആള് നോക്കുമ്പോ വെറും കൽപ്പനയിൽ പറയണമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും വരുന്ന തോട്ട്സ്, ഉള്ളിൽ വരുന്ന തോട്ട്സിനൊക്കെ സീരിയസ് ആയിട്ട് എടുക്കും. അത് വെറും വൃത്തിയല്ലേ. എന്തിനാപ്പോ ഇരുന്നോട്ടെ. നിങ്ങൾ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. റോഡിൽ ട്രാഫിക് പോയാൽ നിങ്ങൾക്ക് എന്തു പോയി? മിനിഞ്ഞാന്ന് ട്രാഫിക് കുറവായിരുന്നു, അപ്പോ നമ്മൾ വന്നു, ഈസി ആയിട്ട് വന്നു. ഇന്ന് ട്രാഫിക് കൂടുതലാണ്. അതുപോലെ ഉള്ളിൽ ട്രാഫിക്കാണ് ഈ തോട്ട്സ്. ഇരുന്നിട്ട് പോട്ടെ. അതുകൊണ്ട് നിങ്ങൾക്കെന്താ കോപം വരുന്നു? വരട്ടെ. ചിലപ്പോൾ ട്രാഫിക് ജാം ഒക്കെ ഉണ്ടാവട്ടെ. ഉപേക്ഷിക്കുക. അത് കൂടുതലാവുമ്പോൾ പറ്റണേ. അപ്പൊ കുറച്ചൊക്കെ നിശ്ചലമാക്കി നാമം ജപിച്ച് ഏകാഗ്രപ്പെടുത്തി ഒക്കെ ചെയ്യുന്നു. അതും പറ്റണ്ടേ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഈ വൃത്തികളൊക്കെ അഹംവൃത്തിയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അഹംവൃത്തി ഉള്ളപ്പോഴാണ് തോട്ട്സിന് ബലം കൂടുന്നത്. ഒരു കാര്യം നമ്മളെ കുറിച്ചാകുമ്പോഴാണ് തീവ്രമായിട്ട് നമ്മൾ ചിന്തിക്കുക. ഈ ഞാനെന്ന് പറയുന്നതും വെറും തോട്ടാണ് അല്ലേ. സ്വപ്നത്തിലൊരു ഞാൻ വരണല്ലേ അല്ലേ. സ്വപ്നത്തിലൊരു ഞാൻ വന്നിട്ട് ഞാൻ ഊണ് കിട്ടാതെ അലഞ്ഞു നടക്കുന്നതായിട്ടും വിശക്കണതായിട്ടും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതായിട്ടും ആൻസർ ഒന്നും അറിയാത്തതുപോലും ആരും നമ്മളെ ചീത്ത വിളിക്കുന്നതായിട്ടും വല്ലതുണ്ടോ? അതിലൊക്കെ ഞാനുണ്ട്, എന്റെ പ്രോബ്ലംസ് ആണ്. പക്ഷെ എഴുന്നേറ്റ ഉടനെ ഫൂളിഷ്നെസ് എന്ന് തോന്നും അല്ലേ. അതേപോലെ എഴുന്നേറ്റൂടെ എന്നാണ്.
ഈ ഞാൻ, എന്റെ പ്രോബ്ലംസ്, എന്റെ പ്രശ്നങ്ങള്, അത് ആരാഞ്ഞു നോക്കുമ്പോ ഈ ഞാൻ എന്താണ് എന്ന് നോക്കുമ്പോ ഞാൻ സത്യമല്ല എന്നറിയും. അത് വെറും തോന്നലാണ്. ഇതൊരു തോന്നലാശാനാണ്. ആ തോന്നലാശാനെ ഇല്ലാതാക്കലാണ് ആത്മവിചാരം എന്ന് പറയണത്. അഹം വൃത്തിമാശ്രിതാഹ വൃത്തയോ മനഃ വിദ്യ അഹം മനഃ. ഭഗവാൻ പറഞ്ഞു അഹം തന്നെയാണ് മനസ്സ്. ഐ തോട്ട് ഈസ് മൈൻഡ്. തോട്ട്സ്, മൈൻഡ് ഈസ് നത്തിങ് ബട്ട് തോട്ട്സ്, ആൻഡ് ഓൾ തോട്ട്സ് ഹാവ് ദെയർ സോഴ്സ്, center, power in I thought, and I thought is mind. അഹംവൃത്തി ഇല്ലാതെ ഒന്നും പ്രവർത്തിക്കില്ല. ലോകത്തിൽ എന്തൊക്കെ നടന്നാലും കുഴപ്പമില്ല. എറണാകുളത്തിലെന്ന് വെച്ചാൽ ഒത്തിരി അഫക്റ്റഡായി. എനിക്കെന്തെങ്കിലും ആകുമെന്നാണ്. എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ അഫക്റ്റഡായി. സെന്റർ ഇതാണ്. എല്ലാ വേദനകൾക്കും ദുഃഖങ്ങൾക്കും ഉറവിടം ഈ വ്രണമാണ്, ഈ ഐ. അഖണ്ഡത്വം പിരിച്ചു നിർത്തി. അഭിമാനം. അതുകൊണ്ടാണ് ഹരിനാമ കീർത്തനത്തില് ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ. അതിനെ ആരാഞ്ഞു നോക്കി ആത്മാവിനെ അറിഞ്ഞു തോന്നുന്നതാക്കിൽ. തോന്നുവാണെങ്കിൽ എങ്ങനെ വേണം? അഖിലം താനിതെന്ന വഴി തോന്നേണമേ വരദനാരായണായ നമഃ. അഖണ്ഡമായിട്ട് ഈ ചെറിയ ഞാൻ ദുഃഖത്തിന് കാരണം, വിഷമത്തിന് കാരണം. അതുകൊണ്ടാണ് എല്ലാ സാധനങ്ങളും, ഭക്തി സാധനങ്ങളും, യോഗ സാധനം എങ്ങനെയെങ്കിലും ഈ അഹത്തിനെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ആദ്യം പതുക്കെ പതുക്കെ പരിഭാഗപ്പെടുത്തിയെടുക്കുക. ഭഗവാന്റെ ദാസനാണ് ഞാൻ, ഭൃത്യനാണ് ഞാൻ, ഭക്തനാണ്, ഇങ്ങനെയൊക്കെ ഭഗവാന്റെ മാർഗം നേരിട്ട് ഇതിനെ അന്വേഷിക്കുന്നതാണ്. ഇത് എവിടുന്ന് ഉദിക്കണു, ഇതിന്റെ സ്വരൂപം എന്താണ്? അതിനോടൊപ്പം അനുകൂലമായിട്ടുള്ളതൊക്കെ ചെയ്യും വേണം. അതിനെ പോഷിപ്പിക്കുന്നതൊക്കെ നിർത്തണം. എന്താണ് ഈ അഹത്തിന്റെ സ്വരൂപം? അത് തന്നെയാണ് മനസ്സ്. ഈ അഹം എന്താണെന്ന് ആരായുകിൽ ആരാഞ്ഞു നോക്കുക. അതാണ് ഇനി പറയാൻ പോണ മാർഗം. അഹമയം കുതോ ഭവതി ചിന്വത ഐപതത്യഹം നിജവിചാരണം. അഹം അയം കുതഃ ഭവതി ഇതി ചിന്വതഃ. ഈ ഞാൻ എന്നൊന്ന് ഇങ്ങനെ വരുമ്പോ എവിടുന്ന് വരണു നോക്കുക. അത് ശരിക്കും ജീവിതത്തിലെ നല്ല സിറ്റുവേഷൻസിലൊക്കെ ചെയ്യേണ്ട സാധനയാണ്. നമ്മളെ ആരെയും ചീത്ത വിളിച്ചു, നിന്ദിച്ചു, അപ്പോഴൊക്കെ എന്നെ പറഞ്ഞു, ഞാനേ എന്നെക്കുറിച്ച് അയാൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പറഞ്ഞത്. അപ്പോഴാണ് റൂമിൽ പോയി വാതിലടച്ചിട്ട് ഉള്ളിൽ ഇങ്ങനെ കണ്ണടച്ച് നിശ്ചലമായിട്ടിരിക്കുക. അപ്പൊ ഈ ഉള്ളില് എന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ, ഞാൻ 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 തോന്നും. ആ ഞാൻ 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 ഗ്രഹിച്ചുകൊണ്ടേയിരുന്നാല്, അതിനിങ്ങനെ പിടിച്ചുകൊണ്ടേയിരുന്നാൽ തന്നെ ഈ ഞാൻ 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 എന്നുള്ള ഈ തോന്നല് ഹൃദയസ്ഥാനത്തിൽ പോയി മുങ്ങണത് കാണാം. ഐ പതതി, തലകുത്തി വീഴും എന്നാണ് ഭഗവാൻ. പരിബുഗ്ന ശീർഷ പതേദഹന്ത പരിബുഗ്ന ശീർഷ തത്തോഹമന്യത് സ്ഫുരതി പ്രകൃഷ്ടം നാഹം കൃതിസ്തത് പരമേവ പൂർണ്ണം. ഈ അഹംവൃത്തിയുടെ മൂലത്തിനെ ഇങ്ങനെ അകമയ്ക്ക് ശ്രദ്ധയോടുകൂടെ ഇതെവിടെ ഉദിക്കണു, എവിടെ ചലിക്കണു, അങ്ങനെ ശ്രദ്ധിച്ചാൽ നല്ല വിഷമ വേദനയൊക്കെ വരുമ്പോ, ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഇതൊക്കെ ആർക്ക് വരണു? വേറെ ആർക്കെങ്കിലും വന്നാൽ ഞാൻ അഫക്റ്റഡ് ആവുമോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ അഫക്റ്റഡ് ആവണു? ഇത്രയധികം എന്നെ പറഞ്ഞു, എനിക്ക് വന്നു.
അപ്പൊ ഈ ഞാൻ എന്താണ്? ഞാൻ 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 അങ്ങനെ ഗ്രഹിച്ചുകൊണ്ടേയിരുന്ന ഈ ഞാൻ എന്ന് പറയുന്ന തുടിപ്പ്, ത്രോബിങ്, അതിങ്ങനെ ഹൃദയത്തിൽ പോയി മുങ്ങും. അവിടെ ഞാൻ എന്നുള്ളതില്ലാതെ മറ്റൊന്ന് താനേ താനായി പ്രകാശിക്കുന്നത് കാണും. അഹമി നാശഭാജി അഹമഹം തയാം സ്ഫുരതി ഹൃത് സ്വയം പരമപൂർണ സത്. അഹമി നാശഭാജി, ഈ അഹങ്കാരം ഹൃദയത്തിൽ പോയി ലയിക്കുമ്പോ അഹമഹം തയാ സ്ഫുരതി, മറ്റൊന്ന് താനേ താനായി ഞാൻ ഞാൻ എന്ന് ജ്വലിക്കും. ജ്വലിക്കണത് ഈ അഹങ്കാരമല്ല, പരമേവ പൂർണ്ണം. സ്ഫുരതി ഹൃത്, ഹൃദയം പ്രകാശിക്കും അവിടെ. പരമപൂർണ സത്, ആ പരമപൂർണമായ സത്യം അവിടെ താനായി പ്രകാശിക്കും. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. പുറവിഷയങ്ങളിൽ പോകാതെ ചിത്തത്തിൻ പോക്കിനെ ഉന്മുഖം ആക്കി തന്റെ അറിവായ രൂപത്തെ താൻ അറിയുന്നതേ അറിവാകും സത്യം, ഇതകത്തിൽ കൊള്ളുക. പുറവിഷയങ്ങളിൽ പോകാതെ, ദൃശ്യവാരിതം ചിത്തം, അതാണ് ഈ മലയാളം. മനസ്സിനെ അന്തർമുഖമാക്കി അറിവായ രൂപത്തിൽ, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം. മനസ്സിന് രൂപം ഏതാണെന്ന് എല്ലായ്പ്പോഴും മറവാതെ അകത്തിൽ തിരഞ്ഞുവെന്നാൽ മനസ്സെന്നങ്ങൊന്നുമേ കാണുമാറില്ലഹേ, മാർഗമിതാർക്കും നേരായ മാർഗം. മാനസം തുക്കും, മനസ്സിന്റെ രൂപത്തിനെ മനസ്സെന്ന് പറയണമല്ലോ. അതിന് ഡെഫിനിഷൻ സൈക്കോളജിയിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, വേദാന്തത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട് എന്നൊന്നും നോക്കാൻ പാടില്ല. മനസ്സ് വളരെ വിഷമിക്കണം. അപ്പൊ എന്താണ് ഈ മനസ്സ്? ഉള്ളിൽ ഇങ്ങനെ മനസ്സിനെ ചകഞ്ഞുകൊണ്ടിരുന്ന ക്രമേണ ഈ മനസ്സെന്ന് പറയണത് ഞാനായി പരിണമിക്കും. ഈ ഞാൻ എന്ന് പറയണത് ഹൃദയത്തിൽ ചെന്ന് മറഞ്ഞു പോവും. ഇത് തന്നെ നേരായ മാർഗം. തമിഴില് പഴയകാലത്ത് മലയാളത്തില് ചിത്തവൃത്തികൾ എന്നുള്ളതിന് എണ്ണങ്ങൾ അങ്ങനെ നണ്ണി നടന്നു എന്നൊക്കെ പറയും. അപ്പൊ ഭഗവാനും ആ വാക്കാണ് യൂസ് ചെയ്യണത്. എണ്ണങ്ങളെ കൂടാതെ മനമേയില്ല, എണ്ണങ്ങളെ മനം എന്ന് ചൊല്ലും, എണ്ണങ്ങൾക്കെല്ലാമേ മൂലം ഞാൻ എന്നുള്ള എണ്ണമാകും മനം എന്നാൽ ഞാനേ. തമിഴ് അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കാം. ചിത്തവൃത്തികൾ തന്നെയാണ് മനസ്സ്. എണ്ണങ്ങളെ തന്നെ, ചിത്തവൃത്തികളെ തന്നെ മനസ്സെന്ന് ചൊല്ലാം. എല്ലാത്തിനും മൂലമായിട്ടുള്ളത് ഞാൻ എന്ന ചിത്തവൃത്തിയാണ്. ഞാൻ എന്നത് എങ്ങുന്നു തോന്നുന്നുവെന്ന് മനസ്സുള്ളിൽ മൂഴ്കി അന്വേഷിച്ചാൽ ഞാൻ തലകുത്തി പതിക്കും. ഇതല്ലയോ ജ്ഞാനവിചാരം, വേറൊന്നുമല്ല. ജ്ഞാനവിചാരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്നത് എങ്ങുന്നു തോന്നുന്നു, ഞാൻ എന്നൊന്ന് തോന്നുന്നുണ്ട് ഉള്ളില്, അത് എവിടുന്ന് തോന്നുന്നു എന്ന് ആരായുകിൽ മൂഴ്കി അന്വേഷിച്ചാൽ, വെള്ളത്തില് നഷ്ടപ്പെട്ടു പോയൊരു സാധനം ശ്വാസം പിടിച്ച് ഉള്ളിൽ തിരയണ പോലെ ഉള്ളിൽ തിരഞ്ഞാൽ ഞാൻ തലകുത്തിപ്പതിക്കും. എന്നുവെച്ചാൽ ഇങ്ങനെ വരുന്നതിന് പകരം നേരെ ഇറ്റ് ഗോസ് ബാക്ക് ടു ദ സോഴ്സ്, ഹൃദയത്തിലേക്ക് പോകും. തലകുത്തിപ്പതിക്കും. ഇതല്ലയോ ജ്ഞാനവിചാരം, വേറൊന്നുമല്ല. ഇത് തന്നെ ഭഗവാൻ പറഞ്ഞത്. ഇതാണ് ജ്ഞാനവിചാരം. ഡയറക്റ്റായിട്ട് അവനവന് അനുഭവമുള്ളതായ ഞാൻ എന്നുള്ള അനുഭവത്തിനെ യു ഹാവ് ടു കോൺഫിഡന്റ്, അതിനെ നേരിടണം. അല്ലാതെ തത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ത്വം എന്ന് പറഞ്ഞാൽ ജീവൻ, അസി എന്ന് പറഞ്ഞാൽ ജീവബ്രഹ്മൈക്യം, ഇതിന് ജഹൽ അജഹൽ ലക്ഷണം ഉപയോഗിക്കണം. ഇതിന് ഗംഗായാം ഘോഷ എന്ന് പറഞ്ഞ ആകപ്പാടെ മണ്ടയ്ക്ക് ഭ്രാന്ത് എടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ ആർക്കും സത്യം തെളിഞ്ഞു കിട്ടുകയേ ഇല്ല. അത് വെറുതെ എന്തോ ഒരു വസ്തുവിനെ കുറിച്ച് വിചാരിച്ച് ഘടം പടം എന്ന് പറഞ്ഞ് ബുദ്ധിക്ക് വിഭ്രമം ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും പോവാതെ, അതുകൊണ്ടാണ് വേറൊന്നുമല്ല എന്ന് ഭഗവാൻ പറഞ്ഞത്. നേരിട്ട് ഈ ഞാൻ എന്നുള്ള അനുഭവം സിദ്ധമായിട്ടിരിക്കുമ്പോൾ അതിനെ ആരാഞ്ഞു നോക്കി ഉള്ളിൽ ആഴ്ന്നു മുങ്ങിയാൽ ജ്ഞാനവിചാരം, ഇത് വേറൊന്നുമല്ല. ഇത് തന്നെ ജ്ഞാനവിചാരം എന്ന് പറയുന്നത്.
ഞാനൊടുങ്ങുന്ന സ്വസ്ഥാനമാം ഹൃത്തിങ്കൽ ഞാൻ ഞാൻ എന്നൊന്നത് താനായി തോന്നും. താനാകെ തോന്നുന്നതിതെന്നല്ല ഇല്ലല്ലോ, താനായതും പരിപൂർണം തന്നെ. ഞാൻ ഒടുങ്ങുന്ന സ്വസ്ഥാനമാം ഹൃത്തിങ്കൽ ഞാൻ ഞാൻ എന്നൊന്നതു താനായി തോന്നും. താനാകെ തോന്നുന്നതിനെല്ലയില്ലല്ലോ. അതാണ് ഇവിടെ എല്ലയില്ലാമൽ ഒളിരും. ഭഗവാൻ പറഞ്ഞത് ഇപ്പൊ നമ്മളെ ഞാനുണ്ടല്ലോ ഇതിനകത്താണ്, ഈ ശരീരത്തിനുള്ളിൽ. ഒരു ഞാൻ ശരീരമല്ല എന്നൊക്കെ പറഞ്ഞാലും ശരി, ശരീരമല്ല, പക്ഷെ ശരീരത്തിൽ നിന്ന് വേറെ ആയിട്ട് ഉള്ളിലിരിക്കുന്ന ഒരു ചൈതന്യം, അത്രയേ അറിവുള്ളൂ. അപ്പോ അനുഭൂതി എങ്ങനെയാണ്? ഈ അഹത്തിന്റെ സ്വരൂപത്തിനെ ആരായുമ്പോ, ഈ ഞാൻ എന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഞാൻ ഞാൻ എന്നൊന്നത് താനായി തോന്നും. ഈ ഞാൻ പോയിട്ട് മറ്റൊന്ന് താൻ താനായി പ്രകാശിക്കും. താനാകെ തോന്നുന്നതിന് എല്ലയില്ലല്ലോ. അതിന് എല്ല എന്നുവെച്ചാൽ അതിന് പരിധി, അതിന് വരമ്പ്, അതിന് ബൗണ്ടറി ഇല്ല. ഇറ്റ് ഈസ് ബൗണ്ട്ലെസ്, നിരവധി എന്നാണ്. ബൗണ്ട്ലെസ്, താനായതും പരിപൂർണം തന്നെ. ഇത് പതുക്കെ പതുക്കെ ജ്ഞാനവിചാരം ചെയ്യുമ്പോ, ആത്മവിചാരം ചെയ്യുമ്പോ ആദ്യം ഞാൻ ശരീരമല്ല, മനസ്സല്ല ഒക്കെ തോന്നും. പിന്നെ പതുക്കെ ഞാൻ എന്നൊരു സ്ഫൂർത്തി, ഉള്ളിലൊരു തുടിപ്പ്, ഒരു ത്രോബിങ്, ഉള്ളിലൊരു സ്ഫൂർത്തി. ഇങ്ങനെ വാസനാക്ഷയം വരുന്നവരയ്ക്കും ഓരോ ചിത്തവൃത്തികൾ വരുമ്പോഴും വാസനകൾ വരുമ്പോഴും ഇതാർക്ക് വരണു? എനിക്ക് വരണു. ഞാൻ ആരാണ്? ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ദൃശ്യത്തിൽ വീണുപോവാതെ, ദൃക്കില് വിചാരങ്ങളുടെ വഴിക്ക് പോകാതെ വിചാരിക്കുന്നവനായ തന്നെ ആരാഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പതുക്കെ 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 വാസനാപ്രക്ഷയം വരികയും ഈ ഞാൻ എന്ന് പറയുന്ന അനുഭൂതിയുടെ സ്വരൂപം ഹൃദയത്തില് സ്വസ്ഥമായിരിക്കുന്ന ആ സത് ഭാവനാതീത സദ്ഭാവസുസ്ഥിതി എന്ന് പറഞ്ഞല്ലോ, ഇരുപ്പ് മാത്രമായ സ്ഥിതി. ആ സ്ഥിതി ഒരു ഘട്ടത്തിൽ അങ്ങനെ അവയർനെസ് ഷിഫ്റ്റായി 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 ആ യോഗിയുടെ ഉള്ളില് അനുഭൂതി മണ്ഡലം അങ്ങനെ സമ്പർക്കമില്ലാത്ത സത്ത് സ്വയം പരിധിയില്ലാതെ ഇടയ്ക്ക് ആവിർഭവിക്കും. തെളിഞ്ഞും മറഞ്ഞും തെളിഞ്ഞും മറഞ്ഞും തെളിഞ്ഞും മറഞ്ഞും വരും. അവസാനം ഒരു ഘട്ടത്തില് യോഗി ബാക്കി എല്ലാ വ്യവഹാരങ്ങളും വിട്ട് ചുമ്മാ ആ സത്തില് ശിവം മാത്രമായ ആ ഇരുപ്പില് ഇരിക്കുകയും ആ സത്തില് ശരീരമോ മനസ്സോ ബുദ്ധിയോ പ്രപഞ്ചമോ ഞാനോ നീയോ അവനോ ഈശ്വരനോ ജീവനോ മുതലായിട്ടുള്ള വികല്പങ്ങളൊന്നും തന്നെ ഇല്ലാത്ത, പരിധിയില്ലാത്ത, എല്ലയില്ലാതെ ഇല്ലല്ലോ എന്നാണ് ഭഗവാന്റെ വാക്കവിടെ. അതായത് പരിധിയില്ലാതെ വരും. അതാണ് ജീവ ബ്രഹ്മ ഐക്യരൂപമായ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആ സാക്ഷാത്കാരം ആരുടെ ഉള്ളിൽ പ്രകാശിച്ചുവോ ആവിർഭവിച്ചുവോ അതോടുകൂടെ അയാളുടെ കൃത്യം കഴിഞ്ഞു. അയാൾക്ക് ഇനി ചെയ്യാനൊന്നുമില്ല, നേടിയെടുക്കാനൊന്നുമില്ല, ആയിത്തീരാനൊന്നുമില്ല. സാധനങ്ങളൊക്കെ അവിടെ അവസാനിച്ചു പോകും. സവനമൊഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ ഒക്കെ തീർന്നുപോയി, അവിടെ എല്ലാം തീർന്നുപോയി. അവിടെ പൂർണ്ണമായി. അതാണ് എല്ലയില്ല. എല്ലയില്ലെങ്കിൽ പിന്നെ അവിടെ ദ്വൈതമില്ല. അനന്തത്തിൽ പിന്നെ ശരീരം അവിടെ, മനസ്സെവിടെ, ഞാൻ നീ അവനെവിടെ? അഖണ്ഡം, പരിപൂർണം. പക്ഷെ മറ്റുള്ളവരുടെ ദൃഷ്ടിയില് മനുഷ്യനായി കാണും മഹാത്മയോഗി. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇയാൾ മനുഷ്യനാണ്, ഇയാൾക്ക് പ്രശ്നങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അല്ലേ? രാമൻ വന്ന് സീതയെ പിരിഞ്ഞ് കരഞ്ഞുകൊണ്ടേ പോകണു. സുഗ്രീവൻ പോലും കണ്ടിട്ട് മൂക്കത്ത് വിരൽ വെച്ചു. ഞാൻ പോലും അത്രയ്ക്ക് വിഷമിക്കണില്ല, അദ്ദേഹം എന്ത് നിലവിളിക്കണമെന്ന്. അപ്പൊ പുറമേക്ക് ആ ഉപാധി എന്തൊക്കെയോ കാണിക്കണം. അത് ഒരാളിൽ നിന്ന് ഒരു രാമനും ഒരു ശുഖബ്രഹ്മ മഹർഷിക്കും വ്യത്യാസമുണ്ടല്ലോ, അല്ലേ? അത് ഉപാധിഗതമായ വ്യത്യാസമാണ്. ഒരു തത്വജ്ഞാനിയായ രാമനും തത്വജ്ഞാനിയായ ശുഖബ്രഹ്മ മഹർഷിക്കും ഒരാള് നിർവിശേഷമായിട്ട്, വേറൊരാള് രാജാവായിട്ട് ജനകനായിട്ട് ഇരിക്കണം, രാജ്യകാര്യങ്ങളൊക്കെ ചെയ്ത് ജനകനായിട്ട് ഇരിക്കണം. അതൊക്കെ ഉപാധിയുടെ ധർമ്മം. പക്ഷെ അവരുടെ അനുഭവ മണ്ഡലത്തില് പരിധിയില്ലാത്ത, അപരിമിതമായ, പരിമിതിയില്ലാത്ത, പരിച്ഛേദമില്ലാത്ത അഖണ്ഡമായ പൂർണ്ണമായ ഭൂമാവ്. അവിടെ സാധകനില്ല, സാധനയില്ല. സാധ്യം സ്വയം നിർവിശേഷമായിട്ട് പൂർണ്ണമായി ജ്വലിക്കണം.
ആ അനുഭൂതി, ആ സാക്ഷാത്കാരം ആരുടെ ഹൃദയത്തില് ഒരു വട്ടം പ്രകാശിച്ചു. അനേകകാല ശ്രവണ മനന നിധിധ്യാസന ഫലമായിട്ടാണ് നദി പോയിട്ട് ഇങ്ങനെ മലയിൽ നിന്ന്, ഹിമാലയത്തിൽ നിന്നും ഗോമുഖത്തു നിന്ന് പുറപ്പെട്ട ഗംഗ ഒഴുകി 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 കൽക്കട്ടയിലെത്തി കടലിൽ ചേരണ പോലെ അവസാനം വന്ന് ആ കടലിലേക്ക് അത് പ്രവേശിക്കുന്ന ഘട്ടമുണ്ടല്ലോ, അതിനെയാണ് ഭഗവാൻ ഇവിടെ പറയണത് എല്ലയില്ല എന്നാണ്. അത് അപരിമിതമാണ്, അവിടെ പൂർണ്ണമാണ്. അതിനുശേഷം സാധകൻ, സാധ്യം, കൃത്യം, കർമ്മ ഒന്നുമില്ല. അവിടെ ആ സ്ഥിതി പൂർണ്ണമാണ്, ആ സ്ഥിതി അപരിമിതമാണ്. ആ സ്ഥിതിയിൽ ആ യോഗി ഈശ്വരനായിട്ട് തീരണു. എന്നുവെച്ചാൽ ഈശ്വരനായിട്ട് തീരണമെന്ന് വെച്ചാൽ അയാളുടെ ശരീരം ഈശ്വരനായി തീർന്നു എന്നർത്ഥമല്ല, അയാളുടെ വ്യക്തിത്വം ഈശ്വരനായിട്ട് തീർന്നു എന്നർത്ഥമല്ല. അയാളുടെ ഇന്നർ പ്രസൻസ് അഖണ്ഡവുമായി ചേർന്നു കഴിഞ്ഞു. പക്ഷേ ഈശ്വരന്റെ സൃഷ്ടികർമ്മം, സ്ഥിതികർമ്മം, അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ അയാൾക്ക് വരുന്ന അർത്ഥമൊന്നുമില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അതും അയാൾക്കുണ്ട്. അത് ഏത് വിധത്തിൽ എന്ന് വെച്ചാൽ അതിനോട് നോക്കുമ്പോൾ ഉണ്ട്. അത് ചെയ്യുന്നതൊക്കെ അദ്ദേഹം തന്നെയാണ് ചെയ്യണത്, രണ്ടില്ല. പക്ഷെ ഈ ശരീരം, ഈ മനസ്സ് താനാണെന്നുള്ള ഭ്രമ അദ്ദേഹത്തിനില്ല, കാണുന്നവർക്കുണ്ട്. അതുകൊണ്ട് അവര് വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇദ്ദേഹം സൃഷ്ടി ചെയ്യുമോ, ഇയാള് പ്രപഞ്ചം സൃഷ്ടിക്കുമോ? ഒരു സിദ്ധിയും അയാളിൽ കാണാനില്ല. അയാൾക്ക് ഈ ശരീരം മാത്രമല്ല, എല്ലാ ശരീരവും അയാളാണ്, ആകാശവും ഭൂമിയും അയാളാണ്, സകല പദാർത്ഥങ്ങളും തന്റെ ഉള്ളിലുള്ള സത്ത തന്നെയാണ് ആയിത്തീർന്നിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ആ അറിവ് അപരിമിതമായ സ്ഥിതിയിലേക്ക്, അകമേക്ക് അനുഭൂതിയെ കൊടുത്ത് ഒരു ഫുൾഫിൽമെന്റ്, കൃതകൃത്യതയെ കൊടുത്തു, അത്രയേ ഉള്ളൂ. ശരീരത്തിന്റെ മണ്ഡലത്തിൽ ഒരുപക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അറിയാത്ത ആളായിരിക്കാം, സാധാരണ മനുഷ്യനായിരിക്കാം. ഇനിയും അത്തരത്തിൽ പൂർണ്ണജ്ഞാനികൾ യഥാസ്യാത് തഥാസ്യാത് എന്നാണ് ശ്രുതി പറയുന്നത്. സാധാ എങ്ങനെയോ അങ്ങനെ ഇരിക്കുന്നു, ഒരു പ്രത്യേകതയും പുറമേക്ക് കാണാൻ വയ്യാതിരിക്കാം. ചിലപ്പോ ഈശ്വരന്റെ വിശേഷ വൈഭവം കാരണം അങ്ങനെയുള്ള മഹായോഗികളിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് ഈശ്വരത്വം ആവേശിച്ച് അവരവർ ജനിച്ചിരിക്കുന്ന ചുറ്റുവട്ടാരത്തിൽ എന്തെങ്കിലും മഹത് കൃത്യങ്ങളൊക്കെ നടക്കും. അതിലൊന്നും തന്നെ അവർക്ക് ഞങ്ങൾ ചെയ്യണമെന്നോ ഞാൻ ചെയ്യണമെന്നോ ഒന്നുമില്ല. അവരിലൂടെ ചിലത് നടക്കും, അത്രയേ ഉള്ളൂ. അതും ഈശ്വരനിപ്പോ എന്താ, കാറ്റ് ചിലപ്പോ ചുഴലിക്കാറ്റായിട്ട് മാറണില്ലേ, ചിലപ്പോ മഴ പെയ്ക്കണില്ലേ, ചിലപ്പോ മേഘം എവിടെയോ ഉള്ള മേഘത്തിനെ അടിച്ചു കൊണ്ടുവന്ന് മഴ പെയ്പ്പിക്കണില്ലേ, അതുപോലെ ഒരു കാര്യം ഈ യോഗിയിലും നടക്കുന്നുണ്ട്. അയാൾ ഒരു തരത്തിൽ ഒരു പ്രപഞ്ചനൻ പോലെയാണ്. ആചാര്യസ്വാമി തന്നെ പറയണത്, നിത്യാനന്ദ സമുദ്രത്തിൽ നിന്നും ജലം കുടിച്ച ആ മേഘം എവിടെ വേണമെങ്കിൽ മഴ പെയ്യും. പക്ഷേ ഭക്തന്മാരാവുന്നവർ, സംസാരത്തിൽ പെട്ട് കിടക്കുന്ന ജീവന്മാർ വിഷമിച്ച് ഞങ്ങൾക്ക് വഴി കിട്ടില്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു വായുവായിട്ട് തീരുമത്രേ. ആ വായു ഈ മേഘത്തിനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ടുവന്ന് അവരവരിയ്ക്കുന്ന സ്ഥലത്ത് മഴ പെയ്യും. നിത്യാനന്ദ സുധാനിധേരധിഗത സന്നീലമേഘസ്തതാം ഔത്കണ്ഠ്യപ്രബല പ്രഭഞ്ജനഭരൈ ആകർഷിതോ വർഷതി വിജ്ഞാനാമൃതമദ്ഭുതം നിജ വചോധാരാഭിരാരാധിതം ചേതശ്ചാതകഥെന്ന വാഞ്ചസി മൃഷാക്രാന്തോസി ത്രിഷാക്രാന്തോസി സുപ്തോസി കിം. മനസ്സാകുന്ന ചാതകമേ, നീ ഉറങ്ങിക്കിടക്കുകയാണോ, ഈ അമൃതം പാനം ചെയ്യൂ എന്നാണ്. അപ്പോ അങ്ങനെ ആ സത്യം അറിഞ്ഞ് അതിന് എല്ലയില്ല ഹോ എന്നാണ്, അതിന് എല്ലയില്ലാത്ത നിശ്ചീവമായ പരമപൂർണ്ണ സത്. അതിനാണ് ഭഗവാൻ മലയാളത്തിൽ ഒന്നുകൂടി വിസ്തരിച്ചു. എല്ലയില്ലാതെ പോകും, അതിന് പരിധിയില്ലാതെ പോകും. അഹമി നാശഭാജി അഹമഹം തയാ. ഈ മലയാളം ഉണ്ടല്ലോ ഭഗവാന്റെ, നിങ്ങൾ വായിക്കുമ്പോ ചിലപ്പോ തോന്നും ഈ മലയാളം ഒരുമാതിരി തമിഴ് കലർന്ന മലയാളമാണെന്ന് നമുക്ക് തോന്നും. നിങ്ങൾ ഭാഷയിലേക്ക് നോക്കരുത്, നിങ്ങൾ സംസ്കൃത ഉപദേശസാരം വെച്ചുകൊണ്ട് ഈ മലയാളവും വെച്ചുകൊണ്ട് നോക്കിയാൽ കാണാം, ഈ സംസ്കൃതത്തിന്റെ അർത്ഥത്തെ നല്ലവണ്ണം ഭഗവാൻ അങ്ങനെ വിരിച്ചിട്ടുണ്ട്, മലയാളത്തിൽ വിസ്തരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ഭാഷ കാര്യമേ അല്ല. അഹമിനാശഭാജി, അഹങ്കാരത്തിന്റെ മൂലം അന്വേഷണം ചെയ്യുമ്പോൾ അഹങ്കാര ഹൃദയത്തിൽ മറയുകയും അവിടെ മറ്റൊന്ന് താനായി പ്രകാശിക്കും. അത് അഹങ്കാരമല്ല, പരമപൂർണ്ണ സത്ത്. ആ പരമപൂർണ്ണ സത്ത് എല്ലാവർക്കും എപ്പോഴും ഉണ്ട്, അറിയണില്ല, അത്രയേ ഉള്ളൂ. സുഷുപ്തിയില് ഈ അഹങ്കാരം ലയിക്കുമ്പോ ഈ പരമപൂർണ്ണ സത്ത് മാത്രം ലയിക്കാതെ നിൽക്കുന്നുണ്ട്.
സുഷുപ്തിയില് നിങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഞങ്ങളില്ലല്ലോ എന്ന് പറയും. ഉറങ്ങുമ്പോൾ ഞാനില്ലല്ലോ എന്ന്. പിന്നെ അവിടെ എന്തുണ്ടായിരുന്നു? എന്തോ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനില്ല. അപ്പൊ എന്താ? ഈ ഞാനെന്നുള്ള അഭിമാനവൃത്തിയില്ല, പക്ഷെ സത്തയുണ്ട്, എക്സിസ്റ്റൻസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾ അവിടെ ഉണ്ട്. ആ പ്രിൻസിപ്പിളാണ്, ആ തത്വമാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്കാം, ഇതമഹം പദാഭിഖ്യമന്വഹം അഹമി ലീനകേപി അലയസത്തയാ. ഇതം അഹം പദാഭിഖ്യം, ഈ ഞാൻ എന്ന് പറയുന്നതിന്റെ ഉണ്മയായ പൊരുൾ, ആ പൊരുളുണ്ടല്ലോ, സത്ത, സത്യം, ഞാൻ എന്നുള്ളതിന്റെ ഉണ്മയായ അർത്ഥം അഹമിലീനക്കെ, ഈ അഹങ്കാരം ലയിക്കുമ്പോ സുഷുപ്തിയിലോ സമാധിയിലോ ഒക്കെ തന്നെ അഹമിലീനകേവി അലയസത്, അത് ലയിച്ചു പോകാതെ പ്രകാശിച്ചും കൊണ്ടേയിരിക്കുന്നു. ഇതം അഹംപദ അഭിക്യം അന്വഹം, എപ്പോഴും ദിവസം സുഷുപ്തിയിൽ അഹമിലീനകേപി അലയസത്തയ, അഹങ്കാരം ലയിക്കുമ്പോഴും ലയിച്ചു പോകാതെ ആ ബീയിങ്നെസ്, എക്സിസ്റ്റൻസ് അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഭിമാനം പോകുമ്പോഴും അത് ലയിക്കുന്നുണ്ട്. അഹമിലീനകേപി അലയസത്, ആ സത്തില്ലാതാവണില്ല, ഇരുപ്പില്ലാതാവണില്ല. ഇരുപ്പ് നിർവിശേഷമായിട്ട് പ്രകാശിക്കുന്ന അനുഭവം എല്ലാവർക്കും ഉണ്ട്. ഞാനെന്നതിന് അർത്ഥമാണിത് നിത്യവും ഞാൻ ലയിച്ചുള്ള ഉറക്കത്തിങ്കൽ. ഉറക്കമെന്ന് സംസ്കൃതത്തിൽ പറഞ്ഞില്ല, ഇവിടെ ക്ലാരിഫൈ ചെയ്യണം ഭഗവാൻ. താനില്ലാതെ എന്നതില്ലാതെ എല്ലാവർക്കും താനുണ്ടെന്നുള്ള ഉണർച്ച തന്നാൽ. ഈ ഞാനെന്നുള്ളത് ഉറക്കത്തില് എല്ലാവരും ദിവസം അനുഭവിക്കണം. ഞാനുണ്ടോ ചോദിച്ചാൽ ഞാനില്ല എന്ന് തോന്നും, പക്ഷെ ഞാനുണ്ട്. ഞാൻ എന്നതിനർത്ഥമാണിത് നിത്യവും. ഈ മറ്റൊരു പൂർണ്ണം പ്രകാശിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു. ഞാൻ എന്താണെന്ന് ആരായുമ്പോൾ ഞാൻ മറഞ്ഞു മറ്റൊന്ന് താനായി. അപ്പൊ ആ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ അതിന് ഡെഫിനിഷനാണ് ഭഗവാൻ കൊടുക്കുന്നത്. ദിവസം സുഷുപ്തിയില് ഞാൻ എന്നതിന് അർത്ഥമായിട്ടുള്ള വസ്തുവും നിത്യവും ഞാൻ ലയിച്ചുള്ള ഉറക്കത്തിങ്കൽ. അതായത് ആ സുഷുപ്തി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഞാനില്ലാത്ത ഒരവസ്ഥയുടെ അനുഭവം നമുക്ക് ദിവസം തരുന്നത്. ഞാനില്ലാതെ ഞാനുള്ള ഒരവസ്ഥ ദിവസം നമ്മൾ അനുഭവിക്കണം. അഹം പോയി അഹം നിൽക്കണം. അഹം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തോട്ട്, ഒരു വൃത്തി മാത്രമായ അഹങ്കാരം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഉറക്കത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയും. നിങ്ങളില്ലേ, മരിച്ചുവോ? ഇപ്പൊ ഉണ്ടായിരുന്നു, സുഖമായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, സുഖമായിട്ടിരുന്നു. അപ്പൊ സുഖത്തിന് കുഴപ്പമെന്താ? ഞാൻ ഉദിച്ചതോടുകൂടെ സുഖം പോയി, ഞാൻ ലയിച്ചതോടുകൂടെ സുഖം വന്നു. അപ്പൊ ഈ സുഖം ഞാൻ ഉദിക്കുമ്പോ പോകുകയും ഞാൻ ലയിക്കുമ്പോ പ്രകാശിക്കുകയും ചെയ്യുന്നു. ചില പാടത്ത് പണിക്കൊക്കെ ആളുകൾ നിൽക്കും അവിടെ, അല്ലേ? അപ്പൊ പറയും നിന്നാ നടക്കും, നടന്നാ നിൽക്കും എന്ന് പറയും. എന്നുവെച്ചാൽ ഇയാൾ നിൽക്കുമ്പോ പണി നടക്കും, ഇയാൾ പോയാൽ പണി നിൽക്കും, അല്ലേ? അപ്പോ ഈ അഹം നിൽക്കുമ്പോ വ്യവഹാരങ്ങളൊക്കെ നടക്കും, അഹം പോയാ വ്യവഹാരമൊക്കെ പോയി. അപ്പൊ പാടത്ത് പണിക്ക് ഒരാൾ കുടയും പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പൊ അയാളോട് എന്തിനാ അങ്ങനെ വെയിൽ കൊള്ളണം? അവർ പണിയില്ലേ? നിന്നാ നടക്കും, നടന്നാ നിൽക്കും. എന്നുവെച്ചാൽ ഞാൻ നടന്ന ആൾ നിൽക്കും, ഞാൻ നിൽക്കുമ്പോ അത് നടക്കുന്നു, ഞാൻ ഒന്നും ചെയ്യൊന്നും വേണ്ടാന്ന്. അതുപോലെ ഈ അഹംവൃത്തി ഉദിക്കുമ്പോ എല്ലാ പ്രവൃത്തിയും നടന്നു. അഹംവൃത്തി ലയിച്ച എല്ലാം. അഹം ഞാൻ എന്നതിനർത്ഥമാണിത് നിത്യവും ഞാൻ ലയിച്ചുള്ള ഉറക്കത്തിങ്കൽ താനില്ലാതെ എന്നതില്ലാതെ എല്ലാവർക്കും. താനില്ല എന്ന് ആരും പറയണില്ല, എല്ലാവർക്കും താനുണ്ട് എന്ന് അനുഭവമുണ്ട്. താനുണ്ടെന്നുള്ള ഉണർച്ച തന്നാൽ, താനുണ്ട് എന്നുള്ള ഉണർവ് എല്ലാവർക്കും ഉണ്ട്. ഉറക്കത്തില് ഞാനുണ്ട് എന്നുള്ള ആ ഉണ്മ, ആ ഉണ്മ എന്താ? അതാണ് യു ഹാവ് ടു കോൺടെംപ്ലേറ്റ്. ഉറക്കത്തില് എന്തായിരുന്നു, എന്ത് ഉണ്മയാ ഉള്ളത്, എന്ത് എക്സിസ്റ്റൻസാ ഉള്ളത്? അവിടെ നമുക്കൊരു അനുഭവമുണ്ട്. ദേഹമില്ലായ്മ, മനസ്സില്ലായ്മ, പ്രപഞ്ചമില്ലാതെ ഉള്ള ഒരു എക്സിസ്റ്റൻസ്. ആ എക്സിസ്റ്റൻസ് തന്നെ സമാധി, അത് തന്നെ ബ്രഹ്മം, അത് തന്നെ ആത്മ, അത് തന്നെ നിങ്ങളുടെ സ്വരൂപം, അതാണ് നീ.
അല്ലാതെ അതിന് ഉണർന്നു വരുന്ന ഉദിക്കുന്ന ഈ അഹം നീയല്ല. അതില്ലാത്തപ്പോഴും നീ ഉണ്ടായിരുന്നു. നിനക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല. സുഖസ്വരൂപമായിട്ടിരുന്നു, നിർവിശേഷമായിട്ടിരുന്നു, ആനന്ദമായിട്ടിരുന്നു. ആ സുഖസ്വരൂപമായ നിന്നെ നീ അറിഞ്ഞാൽ, താനുണ്ടെന്നുള്ള ഉണർവ് വന്നാൽ അത് പൂർണ്ണമാവും. അതിനെ എങ്ങനെ ജാഗ്രതയിൽ വിചാരിച്ചറിയാമെന്നുള്ളതാണ് ഭഗവാൻ ഇനി പറയണത്. നാളെ നമ്മൾ ഈ ബാക്കിയുള്ള ശ്ലോകങ്ങൾ പറഞ്ഞ് ഇത് പൂർത്തിയാക്കാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.